ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് തന്ന വലിയ അനുഭവങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വാസ്തവത്തിൽ നമ്മൾ ആ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് കർത്താവിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ആരാധിക്കുന്നത് പോലെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരെയും കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദ ഗ്രേറ്റ് മിനിസ്ട്രി. ആ കുഞ്ഞുങ്ങളുടെ ദൈവം പകർന്നിരിക്കുന്ന വലിയ അഭിഷേകത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. പ്രത്യേകിച്ച് ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ ചിന്തിപ്പാനും പഠിക്കാനും ആരംഭിച്ച വളരെ വിശേഷമേറിയ തിരുവചന ഭാഗത്തേക്ക് ശ്രദ്ധയെ തിരിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 15-ാമത്തെ അധ്യായം. എല്ലാവരും ബൈബിൾ കൊണ്ടുവന്നവർ, ഡിവൈസ് കൊണ്ടുവന്നവർ, ആരെങ്കിലും വേദപുസ്തകത്തിലേക്ക് ആ ഭാഗം എടുക്കണം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. നമ്മൾ 12 വരെയുള്ള വാക്യങ്ങൾ ആ ചിന്തയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ഓരോ ആഴ്ചയിലും നമ്മൾ അല്പമായിട്ട് പ്രധാനപ്പെട്ട ചില ദൈവികാലോചനകളിലേക്ക് പോകണം. ശാന്തമായിട്ട് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ടുണ്ട്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഒരു മൈക്കെടുത്ത് വായിച്ചാൽ നന്നായി. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. അടുത്ത വാക്യം. ഈ കൂടാരത്തിൽ ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനുമീതെ ധരിക്കുവാൻ വാഞ്ചിക്കുന്നു. ഉരിയുവാനല്ല, മദ്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുക്കുവാൻ ഇച്ഛിക്കുകയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ ധാരാളം ലേഖനങ്ങൾ വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയിലോ അല്ലെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന നിലയിലല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എഫേസ്യ ലേഖനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വായിച്ചു പോകാം, പക്ഷെ അതിനകത്തെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ അല്പം ശ്രമകരമാണ് എന്നത് യാഥാർത്ഥ്യം. അതുപോലെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില അധ്യായങ്ങളാണ് 2 കൊരിന്ത്യർ ലേഖനം. പ്രത്യേകിച്ച് 2 കൊരിന്ത്യർ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം, 4-ാമത്തെ അധ്യായം, 5-ാമത്തെ അധ്യായം. ഈ 3, 4, 5 അധ്യായങ്ങളിലെല്ലാം അപ്പോസ്തലനായ പൗലോസ് പറയാൻ ആഗ്രഹിച്ച വിഷയം പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം പറയുന്നു. പുതുനിയമത്തിന്റെ ശ്രേഷ്ഠത എന്തെന്ന് പറയുന്നു. പഴയ നിയമത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലേക്ക് അല്ലെങ്കിൽ ആ ബോഡിയിലേക്ക് എങ്ങനെയാണ് ട്രാൻസിഷൻ നടക്കുന്നത് എന്ന് പറയുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വേദഭാഗങ്ങളിൽ, അധ്യായങ്ങളിൽ കാണാൻ പറ്റും. ഞാൻ ഇന്ന് സഹോദരന്മാരോട് സംസാരിച്ചപ്പോൾ പറയായിരുന്നു, കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞു, ഞങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. മറ്റൊരു കാര്യം പറഞ്ഞത്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കണം. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് നെഹമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ, എസ്രായുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ, എസ്രാ പുരോഹിതനും ലേവ്യ പൗരോഹിത്യത്തിൽ നിന്ന പുരോഹിതന്മാരും ഒക്കെ യഹോവയുടെ പ്രമാണത്തെ എടുത്ത് ജനത്തെ പഠിപ്പിക്കുമ്പോൾ വലിയ നവോത്ഥാനം വചനം നിമിത്തം ഉണ്ടാകുന്നത് നമുക്ക് വായിപ്പാനായിട്ട് കഴിയും. വലിയ ചേഞ്ചസ് ഉണ്ടാകുന്നതായിട്ട് കാണാം, റെവല്യൂഷൻസ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ മനസ്സിലാക്കിയ സത്യം, ദൈവത്തിന്റെ സഭ വളരേണ്ടത് പ്രസംഗത്തിലല്ല. ദൈവത്തിന്റെ വചനം വളരേണ്ടത് ദൈവവചനത്തിന്റെ പഠനത്തിൽ. വചനമാണ് നമ്മളെ നറിഷ് ചെയ്യുന്ന, നമ്മളെ ചെറിഷ് ചെയ്യുന്നതായ ഏക കാര്യം. ഹല്ലേലൂയ. ഒരു പ്രസംഗം കൊണ്ട് നമുക്ക് കുറച്ചു നേരം ഒരു മനസ്സിന് സന്തോഷം വരും, ഇമോഷണലി നമുക്കൊരു ബലമുണ്ടാകും. പ്രത്യേകിച്ച് നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും, നമ്മളൊക്കെ നല്ല മോട്ടിവേറ്റ് ആവും കുറച്ചു.
പക്ഷെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനവും ആഴവും സത്യവും വെളിപ്പാടും നമ്മുടെ അകത്ത മനുഷ്യനിൽ ലഭിക്കാതെ നമ്മുടെ അകത്ത മനുഷ്യൻ ഒരിക്കലും വളരുകയില്ല. വേദപുസ്തകത്തിലെ മറ്റൊരു പ്രധാന കാര്യം ഇങ്ങനെയുണ്ട്: സത്യം അറിയുകയും, സത്യം പ്രസംഗിക്കുന്ന പാസ്റ്റർ നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്നല്ല, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. When you know the truth shall set you free. സത്യം, റിയാലിറ്റി നമ്മെ നിരന്തരം സ്വതന്ത്രമാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരുപാട് വിശദീകരണങ്ങൾ ആവശ്യമുള്ള, ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വേദഭാഗമാണ് വിശുദ്ധ സഭയെ ഓർമ്മിപ്പിക്കാനായി ഇന്നത്തെ ദിവസവും ആത്മാവ് കൈമാറിയത്. ഇത് പൊതുവായിട്ട് പറയുന്നത് കൂടാരമായ നമ്മുടെ ഭൗമഭവനം എന്ന് പറഞ്ഞാൽ പൊതുവെ ക്രൈസ്തവ സമൂഹത്തിൽ 99% ഓഫ് പാസ്റ്റേഴ്സും ബൈബിൾ ടീച്ചേഴ്സും പഠിപ്പിക്കുന്നത് കൂടാരമായ നമ്മുടെ ഈ മൺശരീരം ഇങ്ങനെ അഴിഞ്ഞു പോയാൽ, ഡിസ്ട്രോയ് ആയി പോയാൽ, കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ട് എന്ന് നമ്മൾ പ്രൈസ് ദി ലോർഡ്. ഇതിനൊക്കെ കൊടുക്കുന്ന വ്യാഖ്യാനങ്ങൾ നമുക്ക് വളരെ സുപരിചിതമാണ്. നമ്മുടെ ഈ മൺശരീരം പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? മേളിൽ ദൈവം നമുക്ക് താമസിക്കാൻ വേണ്ടി ഒരു വലിയ വീട് പണിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് കഴിഞ്ഞിടയ്ക്ക് വലിയ ദൈവദാസന്മാർ പ്രസംഗിക്കുന്നത് കേട്ടു. ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഭവനമൊരുക്കാൻ പോയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേഗത്തിൽ പണി തീർത്തിട്ട് വരുവാൻ പോകുന്നു. അപ്പൊ നമുക്ക് സ്വർഗത്തിൽ എന്തുണ്ടെന്ന ഒരു വീടുണ്ട്, സ്വർഗത്തിലൊരു ഭവനമുണ്ട്, അത് പണിയാനായി യേശുനാഥൻ പോയിരിക്കുന്നു എന്നുള്ള വസ്തുതകളാണ് പൊതുവായിട്ട് ഈ വാക്യങ്ങളിൽ വെച്ച് വിശദീകരിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ മൺശരീരം ഈ മണ്ണിൽ ലയിച്ചു പോയാൽ ഒരു ദിവസം കാഹളം ധ്വനിക്കുമ്പോ ഈ മണ്ണിൽ നിന്ന് ഈ ശരീരം എന്ത് ചെയ്യും? പുതിയ ഒരു ശരീരമായിട്ട് ഉയർത്തെഴുന്നേറ്റ് വരും എന്നും ബഹുസഹസ്രം 99% ക്രൈസ്തവ സമൂഹവും വിശ്വസിക്കുന്നു. ഇതിന് പ്രശ്നം ഇവരുടെ ആരുടെയും പ്രശ്നമല്ല. നമ്മുടെ കയ്യിൽ എഴുതപ്പെട്ടിരിക്കുന്ന ബൈബിൾ, അതിന്റെ വിവിധമായ വിവർത്തനങ്ങൾ, വിശദീകരണങ്ങൾ, ട്രാൻസ്ലേഷൻസ്, ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ വളരെ പ്രബലമായി നിലവിൽ വന്നപ്പോ ചില വാക്യങ്ങൾ, ചില പ്രധാനപ്പെട്ട വാക്യങ്ങൾ വായിച്ചാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും എങ്ങനെ വരുന്നത്. ശരീരം മണ്ണിൽ നിന്ന് പുറത്തു വരും എന്ന് പറയുന്ന ധാരാളം സൂചകങ്ങൾ, വാക്യങ്ങൾ എവിടെയുണ്ട്? വിശുദ്ധ വേദപുസ്തകത്തിൽ. പഴയ നിയമത്തിലുമുണ്ട്, പുതിയ നിയമത്തിലെ ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചിലർ പറയാറുണ്ട്, അത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് സത്യമാണെങ്കിൽ നമ്മളും. ഞാൻ അവരോട് പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ വന്ന മുറിവുകൾ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിലുണ്ട്. വിലാപ്പുറത്തെ ആ മുറിവ് അവിടെയുണ്ട്. കൈകൾ ആണിയടിച്ചു, ആ ആണിപ്പഴുത് അവിടെയുണ്ട്. ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ യേശുവിന് പുത്തൻ ശരീരമല്ല കിട്ടിയത്. യേശുവിന് കിട്ടിയത് ഏത് ശരീരമാണോ കല്ലറയിൽ അടക്കം ചെയ്തത്, അതേ ശരീരമാണ് യേശു ക്രിസ്തു. ആ ശരീരത്തോടു കൂടെ തന്നെയാണ് ഉയർത്തെഴുന്നേറ്റത്. വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു അപ്പോസ്തലന്മാരോട് പറഞ്ഞൊരു വാചകമുണ്ട്: നിങ്ങൾ എന്റെ കൈകളിലേക്ക് നോക്കുവിൻ. ഭൂതമാണെന്ന് പറഞ്ഞ് ഭയപ്പെട്ടവരോട് പറയാം, നിങ്ങൾ എന്റെ കരങ്ങളെ നോക്കുവിൻ. എനിക്ക് ഭൂതങ്ങളെ പോലെ, ഭൂതങ്ങൾക്ക് എന്തില്ല? അസ്ഥിയുമില്ല, മാംസവുമില്ല. എനിക്ക് എന്തുണ്ട്? അസ്ഥിയുമുണ്ട്, മാംസമുണ്ട്. സോ യേശു ക്രിസ്തുവിന്റെ ശരീരം ഏത് ശരീരമാണോ അടക്കിയത്, അതേ ശരീരമാണ് ജീവൻ പ്രാപിച്ച് പുറത്തു വന്ന് തുടർന്നത്. ഓക്കെ, ആ ശരീരത്തിൽ എന്തുണ്ട്? മുറിവിന്റെ പാടുണ്ട്, ആണി പഴുതുണ്ട്, വിലാപ്പുറത്ത് കുത്തിയ ആ ഭാഗമുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് യേശുവിന്റെ ഉയർപ്പ് പോലെയാണ് ഓരോ വിശ്വാസി മണ്ണിൽ നിന്ന് വരുന്നെങ്കിൽ ക്യാൻസർ വന്ന് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞ ശരീരഭാഗം, കൈകാലുകൾ മുറിക്കപ്പെട്ട് അടക്കം ചെയ്തവർ, ആക്സിഡന്റ് വന്ന് അടക്കം ചെയ്യപ്പെട്ടവർ, തകർന്ന ശരീരമായി അടക്കം ചെയ്ത് ഉയർക്കുമ്പോൾ എങ്ങനെ ഉയർക്കണം? കാലില്ലാത്തവൻ കാലില്ലാത്തവനായിട്ടും, കണ്ണില്ലാത്തവൻ കണ്ണില്ലാത്തവനായിട്ടും, ഓപ്പറേഷൻ ചെയ്ത അസ്ഥി എടുത്ത് നിൽക്കുകയും അസ്ഥി ഇല്ലാത്തവനായിട്ട് എഴുന്നേറ്റ് പറഞ്ഞു. കാരണം യേശുവിന്റെ ശരീരം വന്നത് അങ്ങനെയാണ്. കാരണം ഏറ്റവും കൂടുതൽ, ഞാൻ വെറുതെ പറയില്ല, ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില വേദവാക്യങ്ങളാണ് ഇതുപോലെ വ്യാഖ്യാനം ചെയ്യപ്പെടുന്നത്. പക്ഷെ ഇതിന്റെ പിറകിലെ സത്യം എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത നിലയിൽ അതിശ്രേഷ്ഠമാണ്. എന്താ ഒറിജിനൽ എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ ഇവിടെ സാധാരണക്കാരായി ജീവിക്കത്തില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ഈ വാക്യങ്ങൾ നമ്മൾ അനാവശ്യമായി മരിച്ചു പോകുന്നവൻ മണ്ണിൽ നിന്ന് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ
അതാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു കൂടാരമായ നമ്മുടെ ഭൗമ ഭവനം. യെശയ്യാവിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന് 1-2 വാക്യം എടുക്കുന്ന ഞാൻ വാക്യങ്ങൾ ചില റെഫറൻസ് പറഞ്ഞു പോവാം. കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതാണ്. അവിടെ പറയുന്നു, സകല ജാതികളും ദൈവത്തിന്റെ ആലോചനകളും ഉപദേശങ്ങളും കേൾക്കുവാൻ സിയോൻ പർവ്വതത്തിലേക്ക് വരും. സിയോൻ പർവ്വതത്തെ വേദപുസ്തകം വിളിക്കുന്നു ദൈവത്തിന്റെ ഭവനം. സോ ദൈവത്തിന്റെ ഭവനം സിയോൻ പർവ്വതം. സോ ദ മൗണ്ടൻ ഓഫ് ഗോഡ് ഈസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ദാനിയേലിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 42 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന കൈ തൊടാത്തൊരു കല്ല് വരുന്നു. ആ കല്ല് വളർന്ന് ഒരു പർവ്വതമായി മാറുന്നു. സകല സാമ്രാജ്യങ്ങളെയും വിഴുങ്ങുന്ന ഒരു വലിയ പർവ്വതം. ദാറ്റ് ഈസ് ദ ടെമ്പിൾ, ദാറ്റ് ഈസ് ദ മൗണ്ടൻ ഓഫ് ഗോഡ്, ദാറ്റ് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. So the mountain of God is the kingdom of God. The mountain of God is the church of God. അല്ലെങ്കിൽ house of God. Praise the Lord. അപ്പൊ ദൈവത്തിന്റെ ഭവനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പർവ്വതമാണ്. 1 തിമോഥെയോസ് 3:15 പറഞ്ഞിരിക്കുന്നു, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ആലയം. The temple of God is the church of God. 1 യോഹന്നാൻ 1:2-3 വാക്യങ്ങൾ പറഞ്ഞു, ദൈവസഭയ്ക്ക്, തന്റെ ദൈവസഭയ്ക്ക് എഴുതുന്നു. വിശുദ്ധന്മാർ, സഭയിലുള്ള ദൈവത്തിന്റെ സഭ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സഭ. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന സഭ, വിശുദ്ധ സഭ. അപ്പൊ ദ ചർച്ച് ഓഫ് ഗോഡ്, ദ ടെമ്പിൾ ഓഫ് ഗോഡ്, ദ ഹൗസ് ഓഫ് ഗോഡ്, ദ മൗണ്ടൻ ഓഫ് ഗോഡ്, ഇതെല്ലാം എന്താണ്? ഒന്നാണ്. എഫേസ്യ ലേഖനം 1:22 പറയുന്നു, സകലത്തെയും നിറയ്ക്കുന്നവന് നിറവായ അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ ശരീരമാകുന്ന സഭ എന്താ? സഭ എന്നിട്ട് എന്തായി മാറി? യേശുക്രിസ്തുവിന്റെ ശരീരമായി മാറി. ഞാൻ വീണ്ടും ആവർത്തിക്കുക. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ പറയുന്നത് എന്തുവാ? ശരീരം യുക്തമായി പണിതു വരുന്നു. എങ്ങനെ? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിന്റെ മീതെ ഒരു കെട്ടിടമായി പണിതു വരുന്നു. അപ്പൊ സഭയ്ക്ക് എന്ത് പേര്? ഒരു കെട്ടിടം. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞു, ആത്മീക ഗ്രഹമായി നമ്മെ അവൻ പണിതു വരുന്നു. ആത്മീക കല്ലുകളെ കൊണ്ട് പണിതു വരുന്നു. സോ ദൈവത്തിന്റെ ഭവനം, കെട്ടിടം, പർവ്വതം, വീട്, ശരീരം, ദൈവാലയം, ദൈവസഭ, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കൂടാരമായ നമ്മുടെ ഭൗമഭവനം അടക്കപ്പെട്ടാലെന്നല്ല, നശിച്ചു പോയാൽ, അങ്ങനെ എഴുതിക്കുന്നത്, നശിച്ചു പോയാൽ ആ നശിച്ചു പോയ ആ ശരീരം മണ്ണിൽ നിന്ന് പുറത്തു വരുമെന്നല്ല എഴുതിയേക്കുന്നത്. ഹലോ, മരിച്ചവർ മണ്ണിൽ നിന്ന് പുറത്തു വരും എന്ന് പഠിപ്പിക്കുമ്പോൾ എടുക്കുന്ന വാക്യം ഇതാണ്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് കൂടാരമായ നമ്മുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ, മലയാളത്തിൽ എഴുതുന്ന അഴിഞ്ഞു പോയാൽ, ഇംഗ്ലീഷിൽ ഡിസ്ട്രോയിഡ് ആയി പോയാൽ, കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. അപ്പം ഇത് കൈപ്പണിയാണ്. കൈപ്പണി അല്ലാത്ത ഒരു ഭവനമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധിക്കൂ. കൂടാരമായ നമ്മുടെ ഭൗമഭവനം മണ്ണിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരുന്നെങ്കിൽ എഴുതിയേക്കുന്നത് എങ്ങനെ? കൂടാരമായ നമ്മുടെ ഭൗമഭവനം നശിച്ചു പോയാൽ അവിടെ നിന്ന് ഉയർപ്പിന്റെ നാളിൽ കൊണ്ടുവരുമെന്നല്ല, മറിച്ച് എന്താണ്? ആ നശിച്ചു പോയാൽ അത് പൊക്കോട്ടെ. അതിന് പകരം കൈകൾ കൊണ്ട് നിർമ്മിതമല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. അപ്പോൾ ഇതുമായി, ഈ നശിച്ചു പോയതുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു ഭവനം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മിപ്പിച്ചു. നിങ്ങൾക്കറിയുമോ, സ്തെഫാനോസിന്റെ അടുത്ത് കല്ലെറിയുവാൻ ദേഷ്യം വന്നത് എപ്പോഴാണ്? യഹൂദന്മാരെ ആളുകളുടെ മുമ്പിൽ സ്തെഫാനോസിന്റെ പ്രസംഗത്തെ പോലെ ഒരു പ്രസംഗം എന്റെ ജീവിതത്തിൽ പ്രസംഗിക്കാൻ പറ്റില്ല. അത് ഭയങ്കര ഒരു പ്രസംഗം. കാരണം നമുക്ക് വായിച്ചു പോകുന്ന ഹിസ്റ്ററിയെ, പക്ഷേ ഹിസ്റ്ററി അല്ല. സ്തെഫാനോസിന് വിരോധമായി അവർ എന്തൊക്കെ വാക്കുകൾ പറഞ്ഞോ, എന്തെല്ലാം ആരോപണങ്ങൾ പറഞ്ഞോ, എന്തൊക്കെ നിരൂപണങ്ങൾ പറഞ്ഞോ, അതിനെ അടുക്കടുക്കായിട്ട് പരിശുദ്ധാത്മാവിൽ ഇത്ര ഗംഭീരമായ ഒരു പ്രസംഗം ഭൂലോകത്തൊരുത്തം ചെയ്തിട്ട് അറിയത്തില്ല. പ്രസംഗമൊക്കെ കൊള്ളാം. അവസാനം എപ്പോഴാ കല്ലെടുത്തെന്നറിയുമോ? എപ്പോഴാ കോപിച്ചെന്നറിയുമോ? പറഞ്ഞിങ്ങനെയാ, സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം എന്ന് അരുളി ചെയ്ത ദൈവം മനുഷ്യൻ കൈപ്പണിയായ നിർമ്മിച്ച ആലയത്തിൽ വസിക്കുന്നില്ല.
യെരൂശലേമിന്റെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ ഭവനമാണെന്നും ദൈവത്തിന്റെ വീടാണെന്നും അത്യുന്നതന്റെ വാസസ്ഥലമാണെന്നും വിശ്വസിച്ച് അതിനെ ഏതോ വിഗ്രഹം പോലെ കരുതി അത് മാത്രമാണെന്ന് കരുതിയിരിക്കുന്നവരോട് പറയുകയാണ്, ആ കൈപ്പണിയായതിൽ ആര് വസിക്കുന്നില്ല? ഇവിടെ നിന്നിരിക്കുന്നത് അത് കൈപ്പണിയായതിൽ ആര് വസിക്കുന്നില്ല? ദൈവം വസിക്കുന്നില്ല. 1 രാജാക്കന്മാർ പുസ്തകം 8-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്ക്. അവിടെ ശലോമോൻ പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം എങ്ങനെയാണ്? ദൈവമേ, സ്വർഗം നിന്റെ സിംഹാസനമാണ്, ഭൂമി നിന്റെ പാദപീഠമാണ്. ഞാൻ ഉണ്ടാക്കിയ ഈ കൈകൊണ്ടുണ്ടാക്കിയ ഈ മന്ദിരത്തിൽ നീ വസിക്കുന്നില്ല. അപ്പൊ ദൈവം കൈപ്പണിയായതിൽ വസിക്കുന്നില്ലെന്നും അപ്പോസ്തലനായ പൗലോസ് രഹസ്യമായിട്ട് ഒരു വെളിപ്പാട് പറയുക. കൂടാരമായ കൈപ്പണിയായ മനുഷ്യനിർമ്മിതമായ യെരൂശലേമിന്റെ കുന്നിൻ മുകളിൽ പടുത്തുയർത്തിയിരിക്കുന്ന ഈ മനുഷ്യനിർമ്മിതമായ പഴയ നിയമ ആലയം, ഹല്ലേലൂയ, അത് നശിച്ചു പോയാൽ മറ്റൊരു ഭവനം ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നു. അത് കൈപ്പണിയല്ല. കാരണം അത്യുന്നതൻ കൈപ്പണിയായതിൽ വാസം ചെയ്യുന്നില്ല. Glory to God. അത്യുന്നതൻ കൈപ്പണിയായതിൽ വാസം ചെയ്യാത്തതിനാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം, ഈ ഭവനത്തെ നോക്കിയാണ് പൂർവ്വപിതാവായ അബ്രഹാം, വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന 3 തലമുറ ഒരുമിച്ച് ഒരു കൂടാരത്തിനകത്ത് പാർത്തുകൊണ്ട് ഒരു വാക്യം ഇങ്ങനെയാണ് എബ്രായർ 11 എഴുതിയിരിക്കുന്നത്, ദൈവം അടിസ്ഥാനമിട്ടതും ദൈവനിർമ്മിതമായ സ്വർഗീയ നിർമ്മിതമായ അടിസ്ഥാനമിട്ടതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. വാഗ്ദത്ത ഭൂമിയിൽ, സ്വന്തം ഭൂമിയിൽ അന്യര എന്ന പോലെ താമസിച്ച് ദൈവം അടിസ്ഥാനമിട്ടതും ദൈവനിർമ്മിതമായ ഒരു നഗരത്തിനായി. That is New Jerusalem. That is the temple of the Lord Jesus Christ. That is the church of God. Hallelujah. Hallelujah. മനസ്സിലാക്കുക. 2 ഭവനമുണ്ട്. എബ്രായലേഖനം 3-ാം അധ്യായം നമുക്കത് വായിക്കുന്നുണ്ട്. 2 ഭവനം. മോശ തന്റെ ഭവനത്തിലൊക്കെ വിശ്വസ്തനാണ്, യേശു തന്റെ ഭവനത്തിൽ. യേശുവിന്റെ ഭവനവും മോശയുടെ ഭവനവും. മോശയുടെ ഭവനം ഫംഗ്ഷൻ ആയത് മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിലാണ്. മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണമാണ് മോശയുടെ ഭവനത്തിലിരുന്നത്. യേശുവിന്റെ ഭവനം ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണമാണ്. മരണത്തെ കൊണ്ടുവരുന്ന പഴയ നിയമ വീട്, ജീവനെ കൊണ്ടുവരുന്ന പുതുനിയമ ആലയം. പഴയ നിയമ ആലയത്തിന് ഇങ്ങനെ വിളിക്കാം മോശയുടെ ശരീരം. അതെവിടെ ആരംഭിച്ചു? 1-ാമത്തെ ആദാമിൽ ആരംഭിച്ചു. 1-ാമത്തെ ആദാമിൽ ആരംഭിച്ച് ഒടുക്കത്തെ ആദാമിൽ അവസാനിച്ചു പോകുന്ന ഒരു ഭവനം, അത് മോശയുടെ ശരീരം. ബൈബിൾ നിങ്ങൾ എവിടെയെങ്കിലും വായിക്കുമ്പോ ഈ ശരീരം 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 എന്ന് കേൾക്കുമ്പോ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? സത്യം പറ, ശരീരം എന്ന് കേൾക്കുമ്പോ നമ്മളെന്താ ഓർമ്മ? ഇതല്ലാതെ നമുക്ക് വേറെന്തെങ്കിലും ഓർമ്മ വന്നിട്ടുണ്ടോ? ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം. PhD പഠിച്ചവര് പ്രസംഗിക്കുന്ന അറിയാമോ? പ്രിയമുള്ളവരെ, നമ്മുടെ രക്ഷ പൂർത്തിയായിട്ടില്ല, ഈ ശരീരം ഇതുവരെയും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾക്കറിയാമോ, ഈ ശരീരം കുഴപ്പക്കാരനാണെന്ന് പഠിപ്പിച്ചത് യേശു അല്ല, അപ്പോസ്തലന്മാരും അല്ല, യഹൂദന്മാരും അല്ല. ഈ ശരീരം മൊത്തം തിന്മ നിറഞ്ഞതാണെന്ന് പഠിപ്പിച്ചത് ഗ്രീക്ക് ഫിലോസഫിയാണ്. ഗ്രീക്ക് ഫിലോസഫിക്കാരത്ത് പറഞ്ഞു ഇത് ഈവിളാണ്. എല്ലാവരും കേൾക്കണ്ടത് എന്താണ്? ഈ മണ്ണായ ശരീരം ഈവിളാണ്, കൊള്ളത്തില്ല, ഇതിലൊരു നന്മയും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ മനുഷ്യരൂപമെടുത്ത് ജഡാവതാരം എടുത്ത് വന്നു എന്ന് പറഞ്ഞപ്പോ ഗ്രീക്കുകാർ പറഞ്ഞു ചുമ്മാതാ വന്നില്ല. കേൾക്കുന്നു? യേശുക്രിസ്തു ജഡാവതാരം എടുത്തു വന്നു എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ദൈവത്തിന് ഈവിളായിട്ടുള്ള അഴുക്കുള്ള മ്ലേച്ഛമായ ഒരു ജഡത്തിൽ വരാൻ പറ്റില്ല എന്ന് വാദിക്കുന്ന ജ്ഞാനവാദികൾ 1-ാം നൂറ്റാണ്ട് സഭയുണ്ട്. അവർക്ക് വിരോധമായിട്ടാണ് യോഹന്നാൻ ലേഖനം എഴുതിയത്. അവർക്ക് വിരോധമായിട്ട് എഴുതി. അതുകൊണ്ടാണ് യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാതെ ഏത് ആത്മാവ് ഏതാണ് പറഞ്ഞേ? എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. നമ്മുടെ ഇവിടുത്തെ അച്ചാച്ചമാര് പ്രസംഗിക്കുന്ന പോലെ എതിർ ക്രിസ്തു, ഇപ്പൊ അന്തിക്രിസ്തു വരാൻ പോകുന്നു. നമ്മുടെ ഈ ക്രിസ്ത്യാനികള് പോഷത്തരം പറയുന്നു. കാരണം അറിയുമോ, ഒന്നി പറയുന്നതിനകത്ത് നിൽക്കണം. സദാം ഹുസൈൻ വന്നു. സദാം ഹുസൈൻ രംഗത്ത് വന്നപ്പോ നമ്മുടെ ആളുകളെല്ലാം പ്രസംഗിച്ച് ആര് വന്നു? ലോകം അവസാനിക്കാൻ പോകണം, അന്തിക്രിസ്തു വന്നിരിക്കുന്നു. അന്തിക്രിസ്തുവിനെ അവസാനം ഗുഹയ്ക്കകത്തിട്ടാ പിടിച്ചത്. ഏത് അമേരിക്കൻ പട്ടാളം പിടിച്ചത് കഴുത്തെ തൂക്കി കൊന്നു. അന്തിക്രിസ്തു ചത്ത്. അത് കഴിഞ്ഞപ്പോ ജോർജ് ബുഷ് വന്നു. ജോർജ് ബുഷ് അങ്ങനെ യുദ്ധമൊക്കെ തുടങ്ങി. അങ്ങാരാണ് അന്തിക്രിസ്തു. അത് കഴിഞ്ഞപ്പോ ഒബാമ വന്നു. ഒബാമയുടെ കാറിന്റെ പേര് ബീസ്റ്റ് എന്നാണ് പോലും.
ആ കാറിന്റെ പേര് ബീസ്റ്റ് ആണ്. അപ്പൊ ഒബാമ ആരായി? അന്തിക്രിസ്തുവായി. ഒബാമ വന്നു, ഇവന്മാര് ചീറ്റുക, ഒരു പബ്ലിക് ചീറ്റുക. എന്തിനു? നാണല്ല. എടാ, നമ്മളൊരു കാര്യം പറയുമ്പോ തെറ്റിപ്പോയ ഒരു ചമ്മലെങ്കിലും വേണ്ടേ? ഈ ചാത്തനും മാമനും ഒന്നും ആയുഷ്കാലത്ത് ചമ്മൽ വരത്തില്ല. കാരണം എന്തോ, ഇന്ന് പറയുന്ന നാളെ മാറ്റി പറയാൻ ഒരു ഉളുപ്പുമില്ല. വേദപുസ്തകത്തിന്റെ അപ്ഡേഷൻ അല്ല. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിനെ റഷ്യ ആക്രമിക്കാൻ വരുന്നു. കുറച്ച് ദിവസം നിങ്ങൾ കണ്ടു നോക്കുക, റഷ്യയും ഇസ്രായേലും കൂടെ കൂട്ടാവും. അപ്പൊ ഇവന്മാരുടെ പ്രസംഗം പിന്നെ ചീറ്റും. എന്നിട്ട് പറയും, ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, കാലം പോകുമ്പോൾ എന്തൊക്കെയോടും അടിച്ചു തിരിഞ്ഞോളും. നമ്മൾ ക്രിസ്ത്യാനി ഷുഡ് ടീച്ച് ദ ട്രൂത്ത്. അന്തിക്രിസ്തു എന്നൊരുത്തൻ ഇനി വരത്തില്ല. ഇനി ഏതാ പ്രസംഗിച്ചാൽ വരത്തില്ല. അന്തിക്രിസ്തു എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ബൈബിൾ പറയുന്ന ഒരു ആത്മാവാണ്. എന്താണ് ആത്മാവിന്റെ പ്രത്യേകത? യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്ത ഏതൊരു ആത്മാവും എതിർ ക്രിസ്തുവിന്റെ ആത്മാവാ. എന്തോ ഈ ക്രിസ്തുവിനെ എതിർ നിൽക്കുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകത്തിൽ എന്തുണ്ടെന്നാ പറയുന്നത്? എല്ലാവരും ഇവിടെ ഉണ്ടോ? വെളിപ്പാട് പുസ്തകത്തിൽ എന്തുണ്ട്? അന്തിക്രിസ്തു ഉണ്ട്. വെളിപ്പാട് പുസ്തകം അന്തിക്രിസ്തു ഉണ്ട്. വെളിപ്പാട് പുസ്തകം അന്തിക്രിസ്തുവിന്റെ പുസ്തകമല്ല. ഒന്നാമത്തെ വാക്യം വായിച്ചു, അത് എഴുതിക്കുന്നത് എന്താണ്? യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടെന്നാ. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനെ എടുത്ത് എന്താക്കി മാറ്റി? അന്തിക്രിസ്തുവിനെ ആക്കി. 666 വരുന്നു, മുദ്ര വരുന്നു. ഞങ്ങൾക്ക് നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ ഈ അണ്ണാന്റെ വായ, ഇത് ആനയുടെ വായ അപ്പുറത്തുണ്ട്. നിങ്ങൾ യൂട്യൂബ് തുറന്നാൽ മൊത്തം കേൾക്കാൻ പോകുന്നത് ദാ വരുന്നു, ദാ പോകുന്നു. ചതിക്കപ്പെടാതിരിക്കാൻ, വഞ്ചിക്കപ്പെടാതിരിക്കാൻ, നിങ്ങളുടെ ക്രിസ്തീയ മൂല്യം നിലനിൽക്കാൻ, അടുത്ത ജനറേഷൻ തിരിച്ചു ചോദിക്കുമ്പോൾ ധൈര്യത്തോടെ മറുപടി പറയാൻ വചനത്തിന്റെ സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. There is no Antichrist. Antichrist 1-ാം നൂറ്റാണ്ടിൽ വന്നു. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, യോഹന്നാന്റെ ലേഖനത്തിനകത്ത് സെറിന്തസ് എന്ന് പറഞ്ഞൊരുത്തരുണ്ട്. ഒരു സെറിന്തസ് എന്ന് പറഞ്ഞൊരുത്തൻ ചർച്ചിനകത്തുള്ളവൻ. ഈ ചർച്ചിനകത്തുള്ളവൻ ഗ്രീക്ക് ഫിലോസഫി പഠിച്ചവനായതുകൊണ്ട് ഇവൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു, യേശു ക്രിസ്തു ഈ മാംസത്തിൽ വന്നിട്ടില്ല, യേശു ജഡത്തിൽ വന്നിട്ടില്ല എന്ന് സഭയെ കലക്കാനും നശിപ്പിക്കാനും ശ്രമിച്ചപ്പോൾ ഇവനെ പുറത്താക്കാനാണ് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞത് അന്തിക്രിസ്തുക്കൾ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോയത്. റഷ്യയിൽ നിന്ന് വരുമെന്നല്ല, നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വേദോസൊക്കെ വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, എന്താ ഇനി പഠിപ്പിക്കാനുള്ളത്? യു ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ ആരാണ്? ക്രിസ്തു യേശുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ. യേശു ക്രിസ്തു വസിക്കുന്ന മന്ദിരം. പ്രൈസ് ദി ലോർഡ്. മർത്യമായത് മാറി നിങ്ങൾ അമർത്യത ധരിച്ചിരിക്കുന്നു. അമർത്യത എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥയിലെത്തി. മരണത്തിന് നിങ്ങളെ ഇനി തൊടാൻ പറ്റത്തില്ല. പാപത്തിന് നിങ്ങളെ തൊടാൻ പറ്റില്ല. ഇതൊക്കെ പാപം എന്ന് പറഞ്ഞ സംഭവം ഇല്ലെങ്കിൽ പള്ളി ഓടത്തില്ല. പാപം എന്നതിന് നിങ്ങളെ തൊടാൻ പറ്റില്ല. പാപം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ പാപം. ഏതാ ലോകത്തിന്റെ പാപം? ന്യായപ്രമാണ ലോകത്തിന്റെ പാപം. ന്യായപ്രമാണ ലോകത്തിൽ മാത്രമേ പാപത്തെ കണക്കിട്ടിട്ടുള്ളൂ. ആ ന്യായപ്രമാണ ലോകത്തിന്റെ പാപത്തെ ആരെടുത്തു മാറ്റി? യേശു ക്രിസ്തു എടുത്തു മാറ്റി. കാരണം പാപം ഒറ്റയ്ക്ക് വരത്തില്ല. പാപത്തിന്റെ മരണത്തിന്റെ വിഷമുള്ള, ചേർന്ന് പറയണ, മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തി, ഇവര് 3 പേര് അങ്ങോട്ട് ഒരുമിച്ച് വരത്തുള്ളൂ. ന്യായപ്രമാണം വരുന്നു, പാപത്തിന് ശക്തി കൊടുക്കുന്നു. പാപം ശക്തി പ്രാപിച്ച് വിഷമുള്ളായിട്ട് കുത്തുന്നു, മരണം കൊണ്ടുവരുന്നു. അപ്പൊ മരണം, പാപം, ന്യായപ്രമാണം ഒരുമിച്ച. മരണം, ന്യായപ്രമാണം നീക്കം വരുത്തിയാൽ പാപത്തിന്റെ ശക്തി ഇല്ല. പാപത്തിന്റെ ശക്തി ഇല്ല. പാപത്തിന് ശക്തി ഇല്ലെങ്കിൽ ഇനി മരണമില്ല. വെളിപ്പാട് 21 ഇനി മരണമില്ല, മുറവിളിയില്ല. കാരണം എന്താണ്? ഇതിന്റെ മുഴുവന്റെയും മൂലകാരണമായ മരണം കൊണ്ടുവരുന്ന, കല്ലിൽ അക്ഷരമായി കൊത്തിയിരിക്കുന്ന മരണ ശുശ്രൂഷയായ ന്യായപ്രമാണത്തെ പൂർണ്ണമായി നീക്കി യേശു ക്രിസ്തു എന്ന പുരോഹിതൻ തന്റെ പരിശുദ്ധ രക്തം കൊണ്ട് സ്ഥാപിച്ചെടുത്ത യാഗത്താൽ എന്നേക്കുമായ ഒരു പുത്തൻ നിയമം രംഗത്ത് വന്നു. ആ നിയമത്തിനകത്ത് അക്ഷരത്തിന്റെ പ്രമാണമല്ല വ്യാപരിക്കുന്നത്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. പ്രൈസ് ദി ലോർഡ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. നിങ്ങൾ വീട്ടിൽ പോയി റോമാലേഖനമൊക്കെ വായിക്കുമ്പോൾ ഞാൻ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുക. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം ആരെങ്കിലും. അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയും പറ്റുമെങ്കിലും നോക്കാം. ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ
അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചിരിക്കുന്നു. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചിരിക്കുന്നു എങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അതിന്റെ മറ്റൊരു വാക്യം ഇവിടെ വായിക്കണം. പ്രൈസ് ലോർഡ്. 12 വാക്യം നോക്കിയാൽ, അല്ലല്ല 11 12 വായിച്ചേ. അവളും നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഈ വാഴരുത്. ഒരു മിനിറ്റ് ശ്രദ്ധിക്കണം. ആകയാൽ പാപം, സാവധാനം പറയാം. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതെ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് പാടരുത്. എന്താ ഇതിന്റെ അർത്ഥം? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദിസ് വേഴ്സ്? ഞാനതാ പറഞ്ഞ, ഗ്രീക്കുകാർ എന്താ കൊണ്ടെന്ന് പറഞ്ഞു, ഈ ശരീരം എന്തിനാണ്? കൊള്ളൂല. ഈ ശരീരം മൊത്തം അഴുക്കാണ്. വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ എടുത്തിട്ട് നമ്മളെയും ആളുകൾ പഠിപ്പിച്ചെന്താണ്? ഈ ശരീരം പാപമുള്ളതാണ്, ഇത് വീഴ്ച വന്ന ശരീരമാണ്. ആമേൻ. അപ്പൊ ഈ ശരീരത്തിന് എന്തൊരു ടെൻഡൻസി ഉണ്ട്? പാപം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇത് ബലഹീനമാണ്. അതുകൊണ്ട് ഈ ബലഹീനമായ ശരീരം എന്ത് ചെയ്യണം? വീണ്ടെടുപ്പ് സംഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ രക്ഷ അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ശരീരം കുഴപ്പക്കാരനാണ്. ഈ ശരീരം കുഴപ്പക്കാരനല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വന്നത്. ദൂതനായിട്ടല്ല യേശു വന്നത്. എങ്ങനെ വന്നത്? അതായത് പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ ആര് വന്നു? യേശു ക്രിസ്തു വന്ന് എന്തിനു വന്നു? ഈ ശരീരമല്ല കുഴപ്പം, മനുഷ്യന്റെ മർത്യമായ ശരീരമല്ല കുഴപ്പം. ഇവിടെ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ വാഴരുത്. ഇംഗ്ലീഷ് വായിക്കുന്നു ദ മോർട്ടൽ ബോഡി, നോട്ട് ബോഡീസ്. ബോഡീസ് അല്ല. നിങ്ങളെന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ശരീരം വേണ്ടേ? നിങ്ങളുടെ ശരീരങ്ങളിൽ വാഴരുതെന്നല്ലേ പറയണ്ടേ? പക്ഷെ ബൈബിൾ എഴുതിയേക്കുന്നു ശരീരങ്ങളിൽ നിന്നല്ല, മർത്യ ശരീരം. ചെക്ക് ദ വേർഡ്. അപ്പം മർത്യശരീരം എന്ന് പറയുന്നത് എന്താ? മരിക്കാനുള്ള ശരീരം, കൂടാരമായ ഭൗമഭവനം, അഴിഞ്ഞു പോകാൻ പോകുന്ന ഭവനം, മർത്യ ശരീരം. ദിസ് ബോഡി, ദിസ് ഈസ് എൻ ഓൾഡ് കവനന്റ് ബോഡി. മോസസിന്റെ ബോഡിയാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞില്ലേ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഞാനിതൊക്കെ എത്ര പ്രസംഗിച്ചിട്ടുണ്ടെന്ന് അറിയും. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണകരമായ ശരീരത്തിൽ നിന്ന് തന്നെയാണ് വിടുവിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചതറിയോ, ഇത്രയും അഭിഷേകം ഉണ്ടായിട്ട് ഇങ്ങർക്ക് കണ്ണും മൂക്കും ഒന്നും ശരിയാക്കാൻ പറ്റിയിട്ടില്ല ഇവരെ. ഇയാൾ ഇപ്പോഴും ശരീരത്തിൽ പാപത്തിൽ ഇതൊരു ഭയങ്കര ചതിയാ ക്രൈസ്തവ സഭയ്ക്കകത്ത്. ഇത് കേൾക്കുമ്പോ നമുക്ക് എന്ത് തോന്നും? എന്തായാലും ബോഡി പോയി, ശരീരം കൊള്ളത്തില്ല, അവന് കുഴപ്പത്തിലേ ഉള്ളൂ, അവൻ എല്ലായിടത്തും കുഴപ്പത്തിയാണ്, അത് കുഴപ്പക്കാരനാണെന്നും പറഞ്ഞിട്ടുണ്ട്. അത് അരിഷ്ട മനുഷ്യൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. വസ്തുതയിൽ എന്താ അർത്ഥം? ഈ മരണകരമായ ശരീരം ഏതാ? ദിസ് ഇസ് എൻ ഓൾഡ് കവനന്റ് ബോഡി. ഹല്ലേലൂയ. ഓൾഡ് കവനന്റ് ബോഡിക്കകത്ത് ഇരുന്നിട്ട് പറയുക, എനിക്ക് ഈ മർത്യശരീരം എങ്ങനെയാലും സ്വതന്ത്രമാണ്. കാരണം എന്താ? ഇത് എഴുതുന്ന സമയത്ത് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ സഭ ആ ന്യായപ്രമാണം എന്ന ബോഡിയിൽ നിന്ന് എങ്ങോട്ട് പോകുന്ന യാത്രയാണ്? പുതുനിയമത്തിലേക്കുള്ള ട്രാൻസിഷൻ ആയതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയാ, എനിക്ക് ശരീരത്തിൽ തുടരാൻ പറ്റത്തില്ല, ഇത് മരണമാണ്, എനിക്ക് വല്ല വിധേന ഈ ശരീരം വിട്ട് യേശുവിനോടുകൂടെ പറ്റിയിരിക്കണം. നമ്മളെന്താ പഠിപ്പിച്ചത്? സഭ എന്താ പഠിപ്പിച്ചത്? നമ്മൾ ചത്തിട്ട് എവിടെ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു. പണ്ട് കാനാച്ചൻ പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് പോലും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിച്ചില്ല, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ ആഗ്രഹം. കാരണം പുള്ളി വിചാരിച്ചത് ചത്ത് പോയിട്ട് സ്വർഗത്തേക്കാ വലുത് ക്രിസ്തുവിന്റെ അടുത്തിരിക്കുകയാണ്. സോറി, ഞാൻ പേര് പറയുന്നത് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ അറിവ് കേട്ട് ആദ്യം പറഞ്ഞു. കാരണം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ചിന്ത എന്താണ്? ശ്രദ്ധിക്കും, വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. ഈ മൺശരീരം കളഞ്ഞിട്ട് ഉടനെ എവിടെ പറന്ന് 1000 വാനഗോളങ്ങൾക്കപ്പുറത്ത് പോയി കർത്താവിനോട് ഇരിക്കും. എന്റെ പൊന്നു സഹോദരങ്ങളെ, പൗലോസ് അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. പൗലോസ് ഇരിക്കുന്നത് മരണകരമായ പാപം, മരണകരമായ ശരീരം, മരണത്തിന് അധീനമായ ശരീരം, മരണം വാഴുന്ന ശരീരം, പാപത്തിന്റെ അധീനതയിലുള്ള ശരീരം. അത് മോശയുടെ ശരീരമാണ്, ന്യായപ്രമാണത്തിന്റെ ശരീരമാണ്. അതിൽ നിന്നൊരു വിടുതൽ ആർക്ക് വന്നിട്ടില്ല? ന്യായപ്രമാണത്തിലുള്ളവർക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ഇതിനകത്തിരുന്ന് അങ്ങ് ഞരങ്ങുവാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 18 വായിക്കുമ്പോൾ പറയുന്നു, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി
ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദ്രവത്വത്തിന്റെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. Praise the Lord. ഈ ശരീരത്തിൽ നിന്ന് ഞങ്ങൾ ഞരങ്ങുന്നു. എന്തിനാ ശരീരം ഞരങ്ങുന്നത്? ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിപ്പാൻ. എന്തൊന്ന് വല്ലാത്ത വാക്യത്. ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം. അതായത് ഇവർക്ക് ന്യായപ്രമാണത്തിൽ ജീവിച്ചിരുന്ന ആ ബോഡിയെ എന്ത് ചെയ്യണം? ദൈവത്തിന് വീണ്ടെടുക്കണം. എവിടെ നിന്ന്? പാപത്തിന്റെയും മരണത്തിന്റെയും അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുത്തിട്ട് എന്തു കൊടുക്കണം? പുത്രത്വം കൊടുക്കണം. അപ്പൊ ജാതികൾക്കോ? ജാതികൾക്ക് എന്തോ ഒന്നുമില്ല. നിങ്ങളുടെ മിണ്ടാട്ടം കാരണം നിങ്ങളൊന്നും മിണ്ടാത്തതുകൊണ്ട് ഒരു പ്രശ്നമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ജാതികൾക്ക് എന്താ പ്രശ്നം? ജാതികൾക്ക് എന്താ പ്രശ്നം? അവരെ വീണ്ടെടുക്കണോ? അവർ ന്യായപ്രമാണത്തിന്റെ കീഴിലാണോ? അവരുടെ മേലെ ഏതെങ്കിലും കവനന്റ് ഉണ്ടോ? അവർ കവനന്റ് ഇല്ലാത്ത ജനമാ. അവർക്ക് എന്താ ദൈവം കൊടുത്ത അനുഗ്രഹം? ഒറ്റ വാക്യം. ജാതികളൊന്നും അറിയാം, ഒറ്റ വാക്യം അറിഞ്ഞാൽ മതി. അത് യോഹന്നാൻ 1:12. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിക്കാമെങ്കിൽ, അവനെ പുത്രനായിട്ട് കൈക്കൊള്ളാമെങ്കിൽ, ദൈവപുത്രനെ കൈക്കൊള്ളുന്നവർക്ക്, അവന്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്ക് ഡയറക്റ്റായി ദൈവ മക്കൾ ആകുവാൻ അധികാരം കൊടുത്തു. ഗ്ലോറി ടു ഗോഡ്. ഒരു നല്ല ആമേൻ എന്ന് ഉറക്കെ പറഞ്ഞ എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പുമില്ല, വേറെ ഒന്നുമില്ല. ആ ഒറ്റ കാര്യം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിക്കുന്ന നിമിഷം ഡയറക്റ്റായി ദൈവപുത്രന്മാരാകാൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെയാ പറയുന്നത്. യേശുവിനെ നീ ദൈവപുത്രൻ എന്ന് അംഗീകരിച്ചാൽ ദൈവം നിന്നെ ദൈവത്തിന്റെ പുത്രൻ എന്ന് അംഗീകരിക്കുന്നതിനർത്ഥം. മനസ്സിലായില്ല? ഒന്നുകൂടെ പറയാം. യേശു ക്രിസ്തുവിനെ നോക്കിയിട്ട് നീ ദൈവത്തിന്റെ പുത്രനാണെന്ന് നീ പറഞ്ഞാൽ ദൈവം തിരിച്ച് നിന്നോട് പറയാം, അങ്ങനെയാണെന്ന് നീ എന്റെ പുത്രനാണ്. കിട്ടിയ? ക്രൈസ്റ്റിന് നമ്മൾ ഏത് ഐഡിയിൽ സ്വീകരിക്കുന്നോ ആ ഐഡി നമ്മുടെ കൂടെ പേരിലാവുന്നു. അതിന്റെ ഒരു കോപ്പി നമുക്ക് തരുന്നു. യേശു ദൈവപുത്രനാണെങ്കിൽ നീയും ദൈവപുത്രനാണെന്ന് നിനക്ക് ദൈവം അവകാശം തരിക. കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. അപ്പൊ കൂടാരമായ നമ്മുടെ ഭൗമഭവനം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടാരമായ ഭൗമഭവനം എന്ന് പറഞ്ഞാൽ മോശയുടെ ശരീരം, മരണത്തിന്റെയും പാപത്തിന്റെയും അധീനതയിലുള്ള ന്യായപ്രമാണത്തിന്റെ ബോഡി. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു. മോശയുടെ ശരീരത്തെ കുറിച്ച് ആര് വാദിച്ചു? സാത്താൻ വാദിച്ചു. എന്തെല്ലാം വ്യാഖ്യാനമാണെന്നറിയോ? മോശയുടെ ശരീരത്തെ കിട്ടിയിരുന്നെങ്കിൽ അത് പീസ് പീസാക്കി അവന്മാര് എല്ലാവർക്കും അയച്ചു കൊടുക്കുമായിരുന്നു. അത് വിഗ്രഹമാക്കുമായിരുന്നു, അത് ടെമ്പിൾ ആക്കുമായിരുന്നു. ആരാധനയൊക്കെ നോ. മോശയുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്രായേൽ മക്കളെ ആര് പരീക്ഷിച്ചു? സാത്താൻ പരീക്ഷിച്ചു. എവിടെ വെച്ച് പരീക്ഷിച്ചു? മരുഭൂമിയിൽ വെച്ച് പല നിലയിൽ പരീക്ഷണം വന്നു. അവസാനം എന്തു പറ്റി? അല്ലാതെ ഈ മലയുടെ മുകളിൽ മരിച്ച ശേഷം എടുത്ത് ബോഡിക്ക് നേരെ സാത്താൻ വന്ന് വാദിച്ചു എന്നല്ല. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ജേർണി ഫ്രം ഇസ്രായേൽ ടു ഈജിപ്റ്റ് ടു കനാൻ ദേശം. കനാൻ ദേശത്തുള്ള യാത്രാ മധ്യയിൽ എന്ത് വെച്ച് ഇവർക്ക് പരീക്ഷിച്ചു. അപ്പൊ മോശയുടെ ബോഡിയോട് പിശാച് വാദിക്കുമെന്ന് പറഞ്ഞു. പിശാച് കേൾക്കുമ്പോൾ ഉടനെ എന്തോ എല്ലാം പഠിപ്പിക്കാൻ സമയമില്ല. പിശാച് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്ത് വരുന്നത്? കൊമ്പുള്ള അങ്ങനൊന്നുമില്ല. ലൂസിഫർ എന്ന് പറയും. നാണമില്ലല്ലോ ഇത് പറയാനെന്ന് എനിക്കറിയില്ല. ദൈവം വെട്ടിട്ട് താഴെ ഇട്ടിട്ട് പുള്ളി രാജാവായി. പുള്ളി എന്തിനു വെട്ടിയത്? ആ പുത്തമ്പാലൻ രാജേഷിനെ വിളിച്ചിരുന്നത് ഒറ്റ വെട്ടിന് അവൻ ചത്തനെയാണ്. ദൈവം ദൂതനെ വെട്ടിയിട്ടത് പോലും. ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചിരിക്കുക. വിശ്വാസി അത് രക്ഷിക്കപ്പെട്ടവനോട് പറയുന്നത് ഈ പിശാച് അകത്തുള്ളൂ ഇല്ലേ? ചർച്ചിനകത്ത് പിശാച് എന്ന വാക്ക് പറഞ്ഞാൽ ഇറക്കമില്ല. നീ കൊണ്ടുപോയ നന്മകൾ ഇപ്പോൾ തന്നെ മാട്ടക്കും. അവൻ കൊണ്ടുപോയത് കഞ്ചാവാ, നിനക്ക് തിരിച്ചുകൊണ്ട് തരും. അല്ല, സാത്താൻ തന്നെ വേദോസം കൊണ്ടുപോകത്തില്ലല്ലോ. പഠിച്ചേക്ക. എന്റെ എല്ലാം സാത്താൻ കൊണ്ടുപോയി. എന്നിട്ട് ഇവിടുന്ന് പാട്ടുപാടി ഇരുത്തുന്നത് കുറച്ച് കൈ കൂടെ ഇട്ട് കൊരവേ കൂടെ ഇട്ട് കാക്ക വരും. ആണോ ഇല്ലയോ ചർച്ചനകത്ത് വന്ന് പിശാച് എന്ന് പറയും? പിശാചിനെ ആയുധവർഗം വെപ്പിച്ച് അവന്റെ മേലെ എന്ത് ചെയ്തെന്ന ജയോത്സവം കൊണ്ടാടിയെന്ന. കയ്യടക്ക് കുമ്പനാട് ചേട്ടൻ പ്രസംഗിക്കുന്നവരുടെ വേഗത്തിൽ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴെ ചവിട്ടിക്കളെ. ഇത് എത്ര വർഷമാണെന്ന് പറയും എഴുതിയിട്ട്? 2000 വർഷത്തിന് മുമ്പ് റോമാക്കാർക്ക് എഴുതുക, വേഗത്തിൽ സാധാരണ നിന്റെ കാൽക്കീഴെ ചതച്ച് കളയും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചതച്ചിട്ടില്ല. അപ്പൊ വിശ്വാസിയോട് പറയാം ചതയ്ക്കുന്നു. അപ്പം അമ്മമ്മമാരുന്നങ്ങ് തുള്ളുക. നീ തുള്ളിയാൽ തന്നെ ഇരിപ്പിടം കൊണ്ട് ചതയ്ക്കാനുള്ളതേ ഉള്ളൂ. ഇത് 2000 വർഷത്തിന് മുമ്പ് നടന്ന സംഭവമാണ്.
എന്തുവാ സാത്താൻ? എന്തായിരുന്നു അവരുടെ സാത്താൻ? 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധ സഭയ്ക്ക് നേരെ നിന്ന സാത്താനാണ് മതാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ പാമ്പാരാ? ഞാൻ വിശ്വസിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിലെ പാമ്പ് ഒരു മതപുരോഹിതൻ. ദൈവമേ, സംസാരിക്കുന്ന പാമ്പുണ്ടെന്നൊക്കെ പറയുന്ന പുള്ളി. ഉൽപ്പത്തി പുസ്തകത്തിലെ പാമ്പെന്ന് പറയുന്നത് ഒരു മതപുരോഹിതനാണ്. ന്യായപ്രമാണത്തിന്റെ ആദ്യത്തെ ആളാ. വെളിപ്പാട് പുസ്തകത്തിൽ അതെന്തായി? പഴയ പാമ്പെന്ന മഹാസർപ്പമായി. അതായത് ആ പഴയ പാമ്പ് കരയിൽ നിന്ന് വന്ന മൃഗം. കരയിൽ നിന്ന് വന്ന മൃഗം ഏതാ? ലാൻഡിൽ നിന്ന് വന്ന മൃഗം. ലാൻഡ് എന്ന് പറഞ്ഞാൽ ഏതാ? യഹൂദന്റെ നാട്ടിൽ നിന്ന് വന്ന മൃഗം. യഹൂദന്റെ നാട്ടിൽ നിന്ന് മൃഗം ഏതാ? അവിടുത്തെ സീരിയസ് മൂവ്മെന്റ്സ്, ദൈവത്തിന് വിരോധമായി അവിടെ അക്രമകാരികളെ ആളുകൾ, അവരെയാണ് ഈ മൃഗം എന്ന് പറയുന്നത്. കടലിൽ നിന്ന് വന്ന മൃഗം ഏതാ? റോം. എല്ലാരും എന്നെ ഇങ്ങനെ നോക്കൂ. ഞാൻ ഒരു കാര്യം പറയാം, ഇത് പഠിപ്പിച്ചു തീർക്കാനൊന്നും പറ്റത്തില്ല, നമ്മൾ കുറേ പഠിച്ചങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പൊ ഈ കരയിൽ നിന്ന് വന്ന മൃഗം ഏതാണ്? യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് വന്ന സീലൻസ് മൂവ്മെന്റ്, അതായത് എന്ത് പറയുന്നത്, ഈ കലാപകാരികളാണ്. അവരാണ് യഹൂദ മതത്തിന്റെ ആളുകളാണ്. ആ എരിവുകാർ, ഈ യൂത എന്നൊക്കെ പറഞ്ഞ ആളാരാ? ഇസ്കറിയോത്ത് യൂതനല്ലേ? സിക്കാരി മൂവ്മെന്റിന്റെ ആളാണ്. കലാപകാരിയാ, തീവ്രവാദിയാ. ആ മൃഗം എവിടുന്ന് വന്നേ? അതിനെയാണ് പഴയ പാമ്പെന്ന് വിളിക്കുന്നത്. അവർ ഈ ന്യായപ്രമാണത്തിന്റെ ആളുകളാണ്. യേശുവിനെ കുരിശിച്ചതാരാ? ഇവരാണ്. യേശുവിന്റെ സഭയെ ഉപദ്രവിച്ചാരാണ്? ഇവരാണ് ആ മൃഗം. ആ മൃഗത്തെയാണ് പാമ്പെന്ന് പറയുന്നത്. സാത്താൻ അല്ല, വായിച്ചിട്ടില്ലേ? പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞില്ലേ, സഹോദരങ്ങളെ നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്. വായിച്ചിട്ടുണ്ട്. പിശാച് ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് നോക്കി ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. എന്നിട്ട് തൊട്ട് താഴത്തെ ബാക്കി ആരും വായിക്കത്തില്ല. അത് മാത്രം എടുത്തിട്ട് സാത്താൻ വിഴുങ്ങാൻ നടക്കുന്നു പറയും. തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു, ആവക കഷ്ടങ്ങൾ നിങ്ങളുടെ സഹോദര വർഗത്തിൽ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ കുറെ ആളുകളൊന്നും വിഴുങ്ങാൻ വേണ്ടി വന്നിരുന്നു. അപ്പം സഹോദരവർഗം തന്നെ സഭയ്ക്ക് ആര് മുഖാന്തരം? യഹൂദന്മാർ മുഖാന്തരം. ആ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന പാമ്പ് സിംഹം ഏതാ? യഹൂദന്മാർ. ക്രിസ്തുവിന്റെ സഭയെ ഉപദ്രവിച്ചവരാണ്. അവരാണ് ആ സിംഹം, അല്ലാതെ ലൂസി അല്ല. അതുകൊണ്ടാണ് ആ സാത്താനെ ദൈവം എന്ത് ചെയ്യുന്ന പറഞ്ഞത്? വേഗത്തെ കാൽക്കീഴെ ചതച്ച് കളഞ്ഞ് 70 ചതച്ച് പൊടിച്ച് തോട്ടിക്കളഞ്ഞു. എന്നിട്ട് 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ അച്ചാച്ചന് ഇതുവരെ മനസ്സിലായിട്ടില്ല, ചവിട്ടാൻ പോവാ. ഈ ചർച്ചിനെ രക്ഷിക്കണമെങ്കിൽ യേശു ഒരു പ്രാവശ്യം കൂടെ കന്യകയെ ജനിക്കണം, എനിക്ക് തോന്നുന്നു അങ്ങനെ. അല്ലാതെ നമ്മൾ പറഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. യേശു ഇനി വരത്തില്ല കേട്ടോ, കാരണം യേശു നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സരസ്വതിക്കുക. അപ്പൊ സാത്താൻ ഇങ്ങനെയുള്ള വാക്കുകളും, അതുകൊണ്ടാണ് നമ്മുടെ മനസ്സ് എവിടെ പോകരുത്. ഇങ്ങനത്തെ വേറെ ട്രെൻഡുണ്ട്. ഒരു നെഗറ്റീവ് പറഞ്ഞിട്ട് ഒരു പോസിറ്റീവ് അടിക്കുക, ഒരു ഭയങ്കര ട്രെൻഡാണ്. നിനക്ക് വിരോധമായി വ്യാപരിക്കുന്ന ചില ശക്തികൾ നിന്റെ മുമ്പിലുണ്ട് എന്ന് പറയുമ്പോൾ അവൻ പേടിക്കും. അങ്ങനെ തന്നെ കൈയടിച്ച് അതിനെ ഓടിക്കാൻ നമുക്ക് ഇവിടെ ചാടാം. നെഗറ്റീവ് പറഞ്ഞ് പോസിറ്റീവിലേക്ക് കയറ്റുക. പോസിറ്റീവ് പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല. നിന്നെ വിഴുങ്ങാൻ സാത്താൻ വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ സഹായിക്കുക. ആര് വരണം? സാത്താൻ വരുമ്പോ ഓടി ആര് വരണം? ദൈവത്തിന്റെ ആത്മാവ് വരണം. ആ ദൈവത്തിന്റെ ആത്മാവ് അതിനെ ഓടിക്കാൻ അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ സഹോദരി സഹോദരന്മാരെ, ഇരുളിന്റെ അധികാരം, ചുമ്മാ ഈ വാക്യം ഒന്ന് കാണാൻ മതി. ഇരുളിന്റെ അധികാരത്തിൽ ദൈവം നിങ്ങളെ വിടുവിച്ച്, വിശ്വാസമുണ്ടോ? എവിടാക്കി? സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന് സ്വോത്രം ചെയ്യാനാണ്. നമുക്ക് ഈ സ്വോത്രമൊക്കെ വരണം എപ്പോഴാണെന്നറിയോ? എന്റെ വീട്ടിൽ ആഹാരം കുറയില്ലെന്ന് പാടുമ്പോഴല്ല വരണം. ഇരുളിന്റെ അധികാരത്തിൽ തന്നെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ച ദൈവത്തിന് സ്തോത്രം. അതാണ് റിയാലിറ്റി. We are not in the kingdom of devil. We are not in the kingdom of darkness. We are in the kingdom of His Son, the beloved Son of God. Church is not in darkness. Church is in the kingdom of the beloved Son. ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ
രാജ്യത്തിലാണ് നമ്മൾ. ഹല്ലേലൂയ. അതൊരു സ്പിരിച്വൽ കിങ്ഡമാണ്. ഒരു നല്ല ആമേൻ പറയുമോ? അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്, മനുഷ്യൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുതെന്ന് പറഞ്ഞ് ദൈവം എന്ത് ചെയ്തു? അവിടെ ഒരു വാതിലടച്ചിട്ട് തിരിയുന്ന വാളിന്റെ ജ്വാലയുമായിട്ട് കെറൂബിനെ കാവൽ നിർത്തി, പാമ്പ് കയറാതിരിക്കാൻ. ഹല്ലേലൂയ. പാമ്പ് കയറാതിരിക്കാൻ, മനുഷ്യൻ കയറാതിരിക്കാൻ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പാമ്പ് കയറാതിരിക്കാൻ വേണ്ടി മനുഷ്യൻ വാതിൽ അടച്ചിരുന്നെങ്കിൽ മനുഷ്യൻ കയറാതിരിക്കാൻ വേണ്ടി ദൈവം വാതിൽ അടയ്ക്കത്തില്ല. ഒന്നും മനസ്സിലായില്ല. ആ പാമ്പിനെ അകത്ത് കയറ്റാതെ മനുഷ്യൻ കാവൽ നിന്നിരുന്നെങ്കിൽ മനുഷ്യനെ കയറ്റാതെ ദൈവം വാതില് അടയ്ക്കത്തില്ല. അവസാനം എന്ത് സംഭവിച്ചു? വേഗത്തിൽ സാത്താനെ ചതച്ച് എവിടെ ഇട്ട്? തീപ്പൊയ്യിൽ തള്ളി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളി. ഒരു നല്ല ഈ ചർച്ച് സെലിബ്രേറ്റ് ചെയ്യണതിനകത്ത് എന്ന് പറയുമോ, ഞങ്ങൾ മരണത്തെ ജയിച്ചവരാണ്. നമുക്ക് വീടും ആസ്തിയും വസ്തുവൊന്നും കുറവാ, പക്ഷെ നമ്മുടെ അകത്ത് വേറൊന്നുണ്ട്. മരണത്തെ ജയിച്ചവരാണ്, ഇമ്മോർട്ടാലിറ്റിയെ ഭൂകിയവരാണ്, നിത്യജീവനെ പ്രാപിച്ചവരാണ്, അത്യുന്നതന്റെ പുത്രന്മാരാണ്, മഹാരാജാവിന്റെ മക്കളാണ്. Glory to God. Glory to God. That is our privilege. That is our privilege. പുത്തൻ യെരൂശലേം ഉണ്ടാക്കി, സ്വർണ്ണ നഗരം. നീളം 1500 മുഴം, നീളം 1500 മുഴം, വീതി 1500 മുഴം. പകരം എന്തിനർത്ഥം? What is the meaning? എനിക്ക് ഈ ചർച്ചിന് മാത്രം ഒരു അനുഗ്രഹമുണ്ട്. ഒരു പ്രസംഗം 5 പ്രാവശ്യം പ്രസംഗിച്ചാലും കുഴപ്പമില്ല. Praise the Lord. പുത്തൻ യെരൂശലേമിന്റെ ആ 15,500 അളവ് എന്താണ്? പഴയ ദേവാലയമേ അതിവിശുദ്ധ സ്ഥലത്തിന് അളവുണ്ട്. 15 മുഴം നീളം, 15 മുഴം വീതി, 15 മുഴം ഉയരം. അതിന്റെ അർത്ഥം എന്തിനാ? എല്ലാം ക്യൂബാ. അപ്പൊ പുത്തൻ യെരൂശലേം എന്ന് പറഞ്ഞപ്പോ എന്താ? നീളവും വീതിയും ഉയരവും ഒന്നാണെങ്കിൽ ഇത് ക്യൂബാ. ദേവാലയത്തിലെ ക്യൂബ് പാർട്ട് ഏതാണ്? മോസ്റ്റ് ഹോളി പ്ലേസ് ആണ്, ദൈവം വസിക്കുന്ന സ്ഥലം. അപ്പൊ പുത്തൻ യെരൂശലേമിൽ എന്ത് മാത്രമേ ഉള്ളൂ? പ്രാകാരമില്ല, വിശുദ്ധ സ്ഥലമില്ല. പുത്തൻ യെരൂശലേമിൽ ഒറ്റ സ്ഥലമേ ഉള്ളൂ, അത് അതിവിശുദ്ധ സ്ഥലമാണ്. ദൈവവും അവന്റെ പുത്രന്മാരും അതിവിശുദ്ധ സ്ഥലത്താണ്. ഒന്ന് വിശ്വസിക്കണം. ഇത് ഉരുട്ടി തരായിരുന്നെങ്കിൽ അങ്ങനെ തരായിരുന്നു, ഗുളികയായിട്ട് തരായിരുന്നു. പക്ഷെ ഇത് വിശ്വാസത്താൽ സ്വീകരിക്കേണ്ടതാണ്. ഞാനും എൻ്റെ ദൈവവും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവും ഒരുമിച്ച് അവനോടൊപ്പം ഞാൻ വിശുദ്ധ സ്ഥലത്താണ്. ആമേൻ. തിന്മയ്ക്ക് എന്നെ തൊടാൻ പറ്റത്തില്ല. ലോകത്തിലെ ഒരു മായയ്ക്ക് എന്നെ തൊടാൻ പറ്റത്തില്ല. ലോകത്തിലെ ഒരു തിന്മയ്ക്ക് എന്നെ അടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇരിക്കുന്നത് എവിടെയാണ്? പുത്തൻ യെരൂശലേമിന് മറ്റൊരു മഹത്വം ഉണ്ടെന്നറിയാമോ? വിശുദ്ധ ബൈബിൾ പറയുന്നു, 24 മണിക്കൂറും അതിന്റെ വാതിൽ അടയ്ക്കത്തില്ല, വാതിൽ തുറന്നിട്ടിരിക്കുന്നു. പറഞ്ഞാൽ കയറി അകത്ത് വരാൻ ഒരു പാമ്പില്ല. അതുകൊണ്ടാണ് ഇനി ചതിക്കാൻ, ഇനി വഞ്ചിക്കാൻ, അവന്റെ വിശുദ്ധ സഭയെ നശിപ്പിക്കാൻ ഇനി പുറത്തു നിന്ന് വരാൻ ഒന്നുമില്ല. കാരണം ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടല്ല വരാൻ പോകുന്നത്, ഇവിടെ നിന്ന് അങ്ങോട്ടാ പോകുന്നത്. അതെന്താണ്? വിശുദ്ധന്മാരിൽ നിന്ന് ഒഴുകുന്ന ജീവജലത്തിന്റെ നദി. ഹല്ലേലൂയ. പളുങ്ക് പോലൊരു നദി ഒഴുകുന്നു, അതും സിംഹാസനത്തിന്റെ അടിയിൽ നിന്ന് ഒഴുകുക. എന്തിനാ ഒഴുകുന്നത്? എങ്ങോട്ടായി നദി ഒഴുകുന്നത്? ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, നായ്ക്കൾ, വ്യഭിചാരികൾ, കുറ്റം ചെയ്യുന്നവർ, കൊലപാതകന്മാർ, ഇവരുടെ ഇടയിലൂടെ, ഇവരുടെ സ്ട്രീറ്റിലൂടെ, ഇവരുടെ തെരുവിലൂടെ, ഇവർ താമസിക്കുന്ന കോമ്പൗണ്ടിലൂടെ, അതിന്റെ മുമ്പിലൂടെ ഏത് നദി ഒഴുകുക? അവന്റെ സഭയിൽ നിന്ന് ഒഴുകുന്ന ജീവന്റെ നദി ഒഴുകുക. എന്നിട്ട് ഒരു ഇൻഫ്ലുവൻസ് കൊടുത്തേക്ക്. എന്താ പറയുമ്പോ ഒരു ആലോചന കൊടുത്തേക്ക്. ആരൊക്കെ തങ്ങളുടെ അങ്കി ഇതിൽ വെടിപ്പാക്കി വരുന്നോ അവർക്ക് നഗരത്തിനകത്ത് വന്ന് ജീവവൃക്ഷത്തിന്റെ പങ്കാളികളാകാം. ഓ, that is the gospel. അതാണ് സുവിശേഷം. സുവിശേഷം മതം മാറ്റുന്നതല്ല, സുവിശേഷം മനുഷ്യന് നിത്യജീവൻ കൊടുക്കുന്ന സന്ദേശമാണ്. ധൈര്യമായിട്ട് പറയാം. ആര് പറഞ്ഞാലും തടസ്സമില്ലാലും പറയാം. There is only one way. The gospel gives eternal life. Praise the Lord. എന്നിട്ട് വാതിൽ തുറന്നിട്ടേക്ക് നോക്കി. എന്താ അർത്ഥം? വാതിൽ തുറന്നിട്ടെന്റെ അർത്ഥം എന്താ? കള്ളന്മാരകത്ത് വരുമോ? വരത്തില്ല. കൊലപാതകനകത്ത് വരുമോ? വരത്തില്ല. ക്ഷുദ്രക്കാരനകത്ത് വരുമോ? വരത്തില്ല. പിന്നെന്താ വരാത്തെ? ഇതിനകത്തൊരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം കുഞ്ഞാടിന്റെ വെളിച്ചമാണ്. ആമേൻ. സകല തിന്മകളും സകല അശുദ്ധിയും സകല ദുഷ്പ്രവർത്തികളും മനുഷ്യർ മറവിലാ ചെയ്യുന്നത്, ഇരുട്ടിലാ ചെയ്യുന്നത്. വെളിച്ചമായ ക്രിസ്തുവുള്ള സ്ഥലത്ത് ഇവർക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. അവർക്ക് പ്രവേശിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അവരുടെ അങ്കി വെടിപ്പാക്കി അവർക്ക് അകത്തേക്ക് വരാം.
That is the power of eternal power of Jerusalem. യെരൂശലേമിന്റെ മഹത്വം അതാണ്. ആമേൻ, ആമേൻ. കൂടാരമായ ഞാൻ ആ ഭാഗത്തേക്ക് പോയി നിർത്താം. അടുത്ത ആഴ്ച ബാക്കി പറയാം. ഞാൻ ഇതിനകത്ത് ഒരു കാര്യം പറയാനാണ് ഇന്ന് വന്നത്. ഞങ്ങൾ ഇതിനകത്തിരുന്ന് ഞരങ്ങുന്നു. എന്തോ ഗ്രോണിങ്, ഇംഗ്ലീഷിൽ ഗ്രോണിങ്, കരയുന്നെന്ന്. നിങ്ങൾക്കറിയുമ്പോൾ നമുക്ക് ഇവിടെ ഈ പ്രത്യേകിച്ച് ബ്രദറൻ പെന്തക്കോസ്റ്റൽ പ്രൊട്ടസ്റ്റന്റ് സമൂഹം എല്ലാം പ്രസംഗിക്കുന്ന ഒരു മഹോദ്രവം വരുന്നുണ്ടല്ലേ? ഭയങ്കരമായിട്ടൊരു മഹോദ്രവം വരുന്നുണ്ട് 3.5 വർഷം. പക്ഷെ യേശപ്പച്ചൻ അത് പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെ അറിയാം? മത്തായി 24 ജാതി ഓരോരുത്തർക്കും അയച്ചിട്ടില്ലേ? ക്ഷാമവും ഭൂകമ്പം അവിടെ ഉണ്ടാകും, അനേക വന്നുകളെ തെറ്റിക്കും, അനേകരുടെ സ്നേഹം തണുത്തു പോകും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എന്തോ സഹിച്ചിരിക്കുന്നവനാ? ഈ പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവിനെ കളഞ്ഞിട്ട് പോകാതിരുന്നാൽ രക്ഷപ്പെടുമെന്ന. എന്നിട്ട് മറ്റൊരു പ്രധാന കാര്യം പറയുന്നുണ്ട്. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസ്താവിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഏത് സുവിശേഷം? The gospel of this gospel. അതിന്റെ അർത്ഥം എന്താ? അവിടെ എന്തെങ്കിലും സുവിശേഷം പറഞ്ഞോ യേശു? എന്തെങ്കിലും സദ്വർത്തമാനം പറഞ്ഞോ? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പള്ളി പൊളിയും. അതാണ് ആദ്യത്തെ ഗുഡ് ന്യൂസ്. കൈകൾ കൊണ്ട് നിർമ്മിതമായി ഈ പള്ളി പൊളിയാൻ പോകുന്നു എന്നത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. ജാതിയോടും രാജ്യത്തോടും എതിർക്കും, ക്ഷാമം ഭൂകമ്പം. ഇതൊക്കെ ഗോസ്പലാ. എന്തൊരു ഗോസ്പൽ? യഹൂദനോട് പറയേണ്ട ഗോസ്പലാ. ചേടാ, കല്ലും കൊണ്ട് നിർമ്മിച്ച ആ പള്ളി പൊളിഞ്ഞിട്ട് ദൈവപുത്രനായ യേശുവിലൂടെ സ്ഥാപിക്കപ്പെടാൻ പോകുന്ന ഒരു പുത്തൻ യെരൂശലേം സിയോൻ മലയിൽ വെളിപ്പെടാൻ പോകുന്നു. അവിടെയൊക്കെ ജാതികൾ ദൈവത്തിന്റെ ആലോചനയ്ക്കായി വരാൻ പോകുന്നു. അത് വിശ്വസിക്കുന്നവർക്ക് പുത്രന്മാരാകാൻ ഭാഗ്യം ലഭിക്കുന്നു. The gospel of this kingdom. ഈ സുവിശേഷം പ്രസംഗിക്കാൻ പറയുന്നതിന് ഒരു കാര്യം പറയട്ടോ. ഇതൊക്കെയും ഈറ്റുനോവിന്റെ ഗസായിൽ യുദ്ധം തുടങ്ങിയപ്പോഴും, വീണ്ടും അത് നശിപ്പിക്കാൻ പോയപ്പോഴും, സിറിയ ആക്രമിച്ചപ്പോഴും, ലെബനോനിൽ അറ്റാക്ക് നടത്തിയപ്പോഴും, ഇറാനിൽ കൊണ്ട് ബോംബിട്ടപ്പോഴും, ഹൂത്തിക്കിട്ട് അടി കൊടുത്തപ്പോഴും, നമ്മുടെ പാസ്റ്റർമാർ ഒരാൾ പറഞ്ഞു കേട്ടു, ഇതൊക്കെയും പ്രിയമുള്ളവരെ അവസാനമല്ല, എല്ലാം ഈറ്റുനോവിന്റെ. എടാ, ഈ മനുഷ്യന് ഈറ്റുനോവെന്ന് പറഞ്ഞ എന്തോന്ന് പറയുന്നു? ഈറ്റുനോവെന്ന് പറഞ്ഞ എന്തോ? പ്രസവ വേദന എന്നാ. അപ്പൊ ഇതിനകത്ത് അർത്ഥം അറിയോ? ഈ കഷ്ടപ്പാട് ഏതോ ഒരു പുതിയ ജന്മത്തിന്, ഒരു പുതിയ സൃഷ്ടിയെ ജനിപ്പിക്കാനുള്ള വേദനയാണ്. ചേർന്ന് ആമേൻ പറ. ഹല്ലേലൂയ. ഈ പഴയ സൃഷ്ടിക്ക് പകരം വീണ്ടും ജനനം സംഭവിക്കാൻ പോവാ. അതാ വീണ്ടും ജനനം. ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം എന്ന് പറഞ്ഞെന്തോ? പ്രസവ വേദനയാ. എന്തിന് പ്രസവ? ദൈവപുത്രന്മാർ വെളിപ്പെടാൻ പോവുകയാ. ദൈവപുത്രന്മാർ ജനിക്കാൻ പോവാ. പുതിയ സൃഷ്ടി പിറക്കാൻ പോവാ. നിങ്ങളുടെ മൃതന്മാർ മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ പോവാ. അന്യമായി പോയ പാതാളത്തിന്റെ അടിമത്തത്തിൽ പോയവർ ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് വരാൻ പോകുന്നു. ഇത് ഈറ്റുനോവിന്റെ ആരംഭം. 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭ കടന്നുപോയ ആ മഹാപീഡനമാണ് ദൈവം പുതു സൃഷ്ടിയെ ജനിപ്പിക്കാനുള്ള ഈറ്റുനോവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്യം ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം ഞാൻ ഇടയ്ക്ക് വെച്ചങ്ങ് വായിക്കുക. 16-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ. കുറെ നേരം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല. കുറഞ്ഞ നേരം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണത്തില്ല. പിന്നെയും കുറെ നേരം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. അവന്റെ ശിഷ്യന്മാരിൽ ചിലർ കുറെ നേരം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറെ നേരം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുമെന്നും പിതാവിന്റെ അടുക്കൽ പോകുന്നു എന്നും അവൻ നമ്മോട് പറയുന്നത് എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. കുറെ നേരം എന്ന് ഈ പറയുന്നത് എന്താകുന്നു? അവർ എന്ത് സംസാരിക്കുന്നു എന്ന് നാം അറിയുന്നില്ല എന്നും അവർ പറഞ്ഞു. അവർ തന്നോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, കുറെ നേരം കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല, പിന്നെയും കുറെ നേരം കഴിഞ്ഞിട്ട് എന്നെ കാണുമെന്ന് ഞാൻ പറയുക. ഞാൻ ഇത് വായിച്ചപ്പോഴേ എന്റെ ഒരു മനസ്സിൽ വന്നൊരു ചിന്ത, നേരെ ജോബി അങ്ങ് പറഞ്ഞാൽ പോലെ ഈ പാവങ്ങളിട്ട് കൺഫ്യൂഷപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ തന്നെയായി 14-ാം അധ്യായത്തില് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോയത്. അത് നമുക്ക് മനസ്സിലായി.
ദൈവത്തിൽ വിശ്വസിപ്പിൻ. എന്നിട്ട് അടുത്ത് വാക്യം, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അല്ല പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോവാ. ഞാൻ പോയി സ്ഥലം ഒരുക്കുക, ഞാൻ ഇരിക്കുന്നിടത്ത്. അപ്പൊ പിന്നെ ഞാൻ ഇരിക്കുന്നിടത്ത് ഇപ്പൊ ഇല്ലേ, എവിടെ ഇരുത്തേണ്ടത്? ആലോചിച്ച് നോക്ക്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. എന്നിട്ട് മനോരമ പത്രം വായിക്കുന്നവരെ ബൈബിൾ വായിക്കരുത്. സിമ്പിൾ പെതുക്കെ വായിച്ചു നോക്കും. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി ആ സ്ഥലത്ത് നിങ്ങളെ ഇരുത്തുന്നല്ല. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തുന്നു. അപ്പൊ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം ഏതാ? യേശു ഇരിക്കുന്ന സ്ഥലം. യേശു ഇരിക്കുന്ന സ്ഥലം ഏതാ? പിതാവിന്റെ അകത്ത്. നമ്മുടെ ആളുകൾക്കെല്ലാവരും സ്വർഗത്തിലെ ഫ്ലാറ്റ് കെട്ടിക്കൊണ്ടിരിക്കും. 86,000 ഒരാൾ പറഞ്ഞാൽ 86,000 നില ഉണ്ടെന്നാ ഒരു കെട്ടിടത്ത്. അങ്ങനൊക്കെ ഒരാൾ ആര് പോയി അളന്ന് എനിക്കറിയില്ല. യേശു ഇരിക്കുന്നത് എവിടെ? പിതാവിന്. അവിടെ ആർക്കിരിക്കാൻ അവസരം? നമുക്ക്. അതിന് സ്ഥലം ഒരുക്കാൻ പോവാ. എങ്ങോട്ടാ പോയത് പറഞ്ഞിട്ട്? പിതാവിന് ആര് പറഞ്ഞു എങ്ങോട്ടാ പോയത്? ഞാൻ സ്ഥലം ഒരുക്കാൻ പോകുന്ന പറഞ്ഞിട്ട് എങ്ങോട്ടാ പോയത്? യെരൂശലേമിലോട്ട് പോയത്. എന്തിന്? ക്രൂശിക്കപ്പെടാൻ. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്ന പറഞ്ഞാൽ ഞാൻ യെരൂശലേമിലേക്ക് പോവാ. ഞാൻ പോയി എന്റെ ജീവൻ വെടിഞ്ഞ് രക്തം ചിന്തി പാപങ്ങൾക്ക് പരിഹാരം വരുത്തി നിങ്ങളെ ശുദ്ധിയുള്ളവരാക്കി മാറ്റിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്കും ഇരിക്കാം. ആമേൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കണമെങ്കിൽ നിങ്ങളുടെ പാപത്തിന് ശുദ്ധീകരണം വരുത്തണം. നിങ്ങളുടെ മരണം ജീവനായി മാറണം. ഇത് ഇങ്ങനൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നമ്മുടെ ഈ പാവപ്പെട്ട അമ്മച്ചിമാര് സ്വർഗത്തിൽ സ്വർണ്ണ വീടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നില്ല. ഈ വായി കുറഞ്ഞു വന്ന് കഴിഞ്ഞ് കട്ടപ്പെടുക. അവര് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി. ബാക്കി കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷം. പൊന്ന് കർത്താവേ പറഞ്ഞു പോകും. അടുത്തത്, സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. തൊട്ട് താഴെ എന്താ പറയുക? സ്ത്രീ പ്രസവിക്കുമ്പോ. എന്തിനാ ഇത് പ്രസവമായിട്ട് വന്ന് കൊണ്ടുവന്നിരുന്നത്? അപ്പൊ കുറഞ്ഞോന്ന് കഴിയുമ്പോ നിങ്ങൾ എന്നെ കാണത്തില്ല, നിങ്ങൾ വിലപിച്ച് നിലവിളിക്കുക. നിങ്ങൾ ഒത്തിരി ഒരുപാട് കഷ്ടപ്പെടും, സങ്കടപ്പെടില്ലേ? മോളത്തെ വാക്യം, അതിന്റെ മോളത്തെ വാക്യം, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകം സന്തോഷിക്കും, നിങ്ങൾ ദുഃഖിക്കും. അപ്പൊ ഈ ദുഃഖം എന്തൊരു ദുഃഖോ? ഇത് എന്തിന്റെ ദുഃഖോ? സ്ത്രീ പ്രസവിക്കാൻ പോകുന്നതിന്റെ ദുഃഖോ? ഈട്ടുനോവാ, പീഡനം, മരണം, കൊലപാതകങ്ങൾ സർവ്വസാധാരണമായി ക്രിസ്തുവിന്റെ സഭയിൽ സംഭവിക്കും. ഇതെല്ലാം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പുതിയ ജനനം നടക്കാൻ പോവാ. നിക്കോദിമസിനോട് പറഞ്ഞു, എടാ നീ പുത്തനായിട്ട് പിറന്നാലേ ദൈവരാജ്യത്തിൽ കാണാൻ പറ്റത്തുള്ളൂ. പുത്തൻ പിറവി സംഭവിക്കാൻ പോകുന്നു. എങ്ങനെ? ബർത്ത് പെയിൻ, ട്രിബുലേഷൻസ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ഈ ശരീരത്തിൽ നിന്ന് ഞരങ്ങുകയാണ്. We are struggling, we are groaning. എന്തിനാ ഗ്രോൺ ചെയ്യുന്നത്? ഞങ്ങളുടെ ഡിപ്പാർച്ചറിന്റെ സമയമായി. ഞാൻ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നിർത്താം, ബാക്കി നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം. അത് ഈ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 18-ാം വാക്യമാണ്. Glory to God. എല്ലാവരും ഒന്ന് എന്നോട് ചേർന്ന് പറയണം, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ച. അവരൊക്കെ പറ, എന്തോ തേജസ്? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരം ഒറ്റ വാക്കില്ല. ഇതെന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. കഷ്ടവും നഷ്ടവും പട്ടിണിയും രോഗവും ദുഃഖവും നിലവിളിയുള്ള നമ്മുടെ ജീവിതത്തിന് ഭയപ്പെടണ്ട. നമ്മൾ എന്തോ സാധനം വെളിപ്പെടാൻ പോവാ. അങ്ങനല്ലേ പറയുന്നത്? ഈ വേർഡ് എന്തിനാ പറഞ്ഞറിയാം? ഈ കാലത്തിലെ കഷ്ടം എന്നാ. ഏത് കാലം അത്? ന്യായപ്രമാണം, അന്ത്യകാലം, ന്യായപ്രമാണ കാലം. ന്യായപ്രമാണ കാലത്ത് ഉള്ള കഷ്ടം സാരമില്ലെന്ന് വിശ്വസിച്ചോണം. അതിന്റെ അർത്ഥം എന്താ? നിങ്ങളിൽ വെളിപ്പെടാനുള്ള നിത്യ തേജസ്സിന്റെ കാലമോർത്താൽ. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനം വായിച്ചാരെങ്കിലും തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി? ആർക്കും സമയമില്ലല്ലോ, സ്വത്രം 24 മണിക്കൂറല്ലേ ഉള്ളൂ. തിരിയുന്ന വാളിന്റെ ജ്വാലയിൽ അവിടെ ഉണ്ട്. അവിടെ കെറൂബുണ്ട്, സ്വോർഡുണ്ട്, ദൈവത്തിന്റെ തീയുണ്ട്. കെറൂബാണ് ദൈവത്തിന്റെ ഗ്ലോറി. കാരണം ദൈവത്തിന്റെ മഹത്വത്തെ ചുമക്കുന്ന ആരാണ്? കെറൂബുകളാണ്. Sword is the righteousness of God. Praise the Lord.
ആൻഡ് ദ ഫയർ ഈസ് ദ ഹോളിനെസ് ഓഫ് ഗോഡ്. അപ്പൊ ദൈവരാജ്യത്ത് അപ്പം നിത്യജീവനിലേക്ക് പോകുമ്പോൾ എന്താണ് നമ്മുടെ മുമ്പിലുള്ളത്? ദ ഗ്ലോറി ഓഫ് ഗോഡ് ഈസ് there, the righteousness of God is there, the holiness of God is there. അതാ ഇടയശ്രേഷ്ഠം വെളിപ്പെടുമ്പോൾ നാം എല്ലാവരും തേജസ്സിന്റെ വാടാത്ത കിരീടം രാത്രി എഴുന്നേറ്റ് കുത്തിയിരുന്ന് എഴുതി അയച്ചു കൊടുത്തപ്പോ എനിക്ക് കിട്ടി. ഇടയശ്രേഷ്ഠം വെളിപ്പെടുമ്പോ തേജസ്സിന്റെ വാടാത്ത, ഏത് തേജസ്സിന്റെ വാടാത്ത കിരീടം? ഈ പഴയ ആളുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, വേറെ 7 തരത്തിലെ കിരീടമാണുള്ളത്. ജീവകിരീടം, നീതിയുടെ കിരീടം, വാടാത്ത കിരീടം, പിന്നെ എന്തൊക്കെയാ ഒത്തിരി ഉണ്ട്. ഈ കിരീടം എല്ലാം വെച്ചോണ്ട് എങ്ങനെ നടക്കൂടെ? ഒരു കിരീടം, അടുത്ത കിരീടം എവിടെ പിടിപ്പിക്കും? അതിന്റെ മുകളിൽ. പിന്നെ അടുത്ത കിരീടം. അപ്പൊ 7 കിരീടം ഇങ്ങനെ വെച്ചു നടക്കുമ്പോൾ തമിഴ്നാട്ടിലെ പെണ്ണുങ്ങൾ കുടം വെച്ചു നടക്കുന്നവർ സ്വർഗത്തിൽ നടക്കും. എന്തുവാടാ പ്രതിഫലം? കാരണം തലയ്ക്ക്. എന്റെ സഹോദരി ഇങ്ങനെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. പൗലോസ് ഒരു വാക്ക് പറഞ്ഞില്ലേ? ആ വാക്കെന്താണ്? ഞാൻ ഓട്ടം തികച്ചു, ശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം ദൈവം എനിക്കായി, അത് നീതിയുടെ ന്യായാധിപതി അവന്റെ പ്രത്യക്ഷതയിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവനായിട്ട് ആരൊക്കെ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും തന്നെ. എന്റെ അർത്ഥം എന്തുവാ? അപ്പൊ ഇങ്ങേർക്ക് എന്തോ കിരീടം കിട്ടുമെന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. നീതിയുടെ കിരീടം എന്തോ സംഭവം? ഇദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പറോസ്യ വരെ ഈ വരവെന്ന വാക്ക് അങ്ങ് നിർത്തി. വരവ് ശരിയല്ല, കൊല്ലം സുപ്രീമാണ്. ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ഗോൾഡ് കവറിങ് സാധനത്തെ പറഞ്ഞ വരവാണെന്ന് ചോദിക്കും. അതായത് മുക്കുകൊണ്ടം. അങ്ങനെ യേശുവിന്റെ വരവ് ഇപ്പൊ ഒരു മുക്കുകൊണ്ടൻ സൈസ്. അതുകൊണ്ട് ഞാൻ വരവെന്ന് പറയുന്നില്ല, ഗോൾഡ് അല്ലത്, ചളമാണ്. അതുകൊണ്ട് കൊല്ല സുപ്രീം ആകാതെ ഞാനത് പറോസി എന്ന് പറയാൻ എനിക്കത് ഇഷ്ടം. പ്രത്യക്ഷം. അപ്പൊ കർത്താവ് പ്രത്യക്ഷനാകുന്നത് വരെ ആര് ജീവനോട് ഇരിക്കുന്ന പൗലോസിന്റെ പ്രത്യാശ. അതുകൊണ്ട് പറഞ്ഞ് കണ്ണിമെക്കുന്നതിൽ നാം രൂപാന്തരപ്പെടും. ഞാനും ഉണ്ടാവുമെന്ന. They were earnestly expecting the parousia of the Lord Jesus. കാരണം കർത്താവ് വന്നാൽ മാത്രമേ ഇവർക്ക് എന്ത് കിട്ടത്തുള്ളൂ? നിത്യജീവൻ കിട്ടത്തുള്ളൂ, നീതി ലഭിക്കത്തുള്ളൂ, ആമേൻ, ജീവവൃക്ഷത്തിന്റെ പങ്കാളിത്തം കിട്ടത്തുള്ളൂ. സോ അത് ലഭിക്കാതെ പെട്ടെന്ന് താൻ മരണത്തെ പൂകാൻ തുടങ്ങുമ്പോൾ തന്നെ നിജപുത്രൻ എഴുതി കൊടുത്തു, എടാ കൊച്ചിനെ, ഞാൻ നല്ല പോർ പൊരുതും. എന്തിനു വേണ്ടിയാ? ഇത് കിട്ടാൻ വേണ്ടി നല്ല പോർ പൊരുതും, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി അടുത്തെന്താ? എടാ, ഞാൻ എന്തിനു വേണ്ടിയാണോ ഓടിയത് അത് എന്റെ കർത്താവ് തന്റെ പറോശയിൽ എനിക്ക് തരും. ആമേൻ. എനിക്ക് മാത്രമല്ല, അവനിൽ പ്രിയം വെച്ച ഏവർക്കും തന്നെ. എന്താ അതിന്റെ അർത്ഥം? എറ്റേണൽ ലൈഫ്. ഞങ്ങൾ മരണകരമായ ശരീരത്തിലാണ്, പാപമാധിപത്യം നടത്തുന്ന മരണ ശരീരത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഈ കൂടാരമായ ഈ ഭവനം നശിച്ചു പോകുമ്പോ കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം, അത് പുത്തൻ യെരൂശലേമാണ്. That is the new covenant church. That is the body of Christ. ഒറ്റ വാക്കിൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ ആദാമ്യ ബോഡിയിൽ നിന്ന്, മോശയുടെ ശരീരത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ ഇങ്ങോട്ട് എടുത്ത് പരിശുദ്ധാത്മാവിനാൽ യേശുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാക്കി മാറ്റും. ഒരു നല്ല ആമേൻ പറയൂ. ഇത്രയൊക്കെ വിശ്വസിക്കും. ഇതാണ് റെവലേഷൻ. നീ എവിടെ ഇരിക്കുന്നത്? നീ ക്രിസ്തു എന്ന ശരീരത്തിൽ. നമുക്ക് പറ്റിയ അവസരം, നമുക്ക് മെമ്പർഷിപ്പ് ആയിപ്പോയി ചർച്ചിന്. നിങ്ങൾ ഏത് ചർച്ചിലെ മെമ്പറാണ്? APC. നീയോ? ചർച്ച് ഓഫ് ഗോഡ്. ഞാനോ? AG. പൊന്നു കർത്താവ്, ഇവന്മാര് പരസ്പരം കണ്ട മിണ്ടത്തില്ല. എല്ലാവരോടും എങ്ങോട്ടാ പോകുന്നത്? നിങ്ങൾ വിചാരിച്ച സ്വർഗം ഒരിക്കലും ഒരു സന്തോഷത്തിന്റെ സ്ഥലമായിരിക്കത്തില്ല, കൂട്ടാടിയുടെ സ്ഥലമായിരിക്കും. ഇവിടെ വെച്ച് മോൻ കാണാത്തവൻ. നിങ്ങൾ അന്യോന്യം പാട്ട് പാടുമ്പോൾ എന്റെ ശിഷ്യന്മാർ അറിയുമെന്നാണോ വാക്യം? പിന്നെ എങ്ങനെ? നിങ്ങൾ അന്യോന്യം സ്നേഹിക്കും. ഒന്ന് കാണിച്ച് ആരെങ്കിലും ഒന്ന് സ്നേഹിക്കുന്നവർ. കൈ ഉയർത്തിയത് കണ്ടു കേട്ടോ. സത്യത്തിൽ നമ്മുടെ വിശ്വാസികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ വേണ്ടത്? ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടെ ചർച്ച് ഓഫ് ഗോഡിന്റെ മാസയോഗം നടക്കുക. ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. മാസയോഗം എന്ന് അറിയാമല്ലോ, മാംസയോഗം. മാംസമൊക്കെ കിട്ടും, അല്ല കഴിക്കാൻ പറ്റുന്ന യോഗം. അപ്പൊ ഞാൻ ആ പാസ്റ്ററോട് പറഞ്ഞു, ഞങ്ങളുടെ അവിടുത്തെ മദർ ചർച്ചിന്റെ പാസ്റ്റർ,
ഒരു കാര്യം ചെയ്യും, അപ്പുറത്തെ ആ AG-ക്കാരെയും ഇപ്പുറത്തെ IPC-ക്കാരെയും അവിടെ നിൽക്കുന്ന സ്വതന്ത്രരെ എല്ലാം കൂടെ ഒന്ന് വിളിക്കും ഒരു മാസത്തിന്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടായ്മക്കാരെ മാത്രമല്ല വിളിക്കുക, അവരെയും കൂടെ ഒന്ന് വിളിക്കും. എന്നാൽ അപ്പുറത്തെ ഹിന്ദുവിനെ വിളിക്കും. ഞങ്ങളുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ചുമ്മാ വരാൻ പറഞ്ഞു വിളിക്കും. പുള്ളി പറഞ്ഞ് വിളിച്ചാലും വരത്തില്ലെന്ന് പറഞ്ഞു. നമുക്ക് ഫുഡ് ഉണ്ടാക്കി നമ്മൾ ഒരുമിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് അല്ലേ? എത്ര ജനറൽ കൺവെൻഷനാണ് ഇപ്പൊ നടക്കുന്നത്? IPC കഴിഞ്ഞപ്പോഴത്തേക്ക് ചർച്ചക്കോട് ചാടി, ചർച്ചക്കോട് ആകുമ്പോൾ AG ആയി. അതിനു മുമ്പ് ഷാരോമ്പുഴ, ഇനി TPM-കാരുടെ വരുന്നു കൊട്ടാരക്കരി. അവിടെ പോയ വെളുത്ത മാലാകമാരെ കാണും. വെള്ളത്തുണിയൊക്കെ വാങ്ങിക്കണേ അവിടെ പോയാൽ നല്ല കിട്ടുകാച്ചി തുണിയാണ്. പിന്നെ അത് വടി പോലെ ഇടാനുള്ള പശയും കിട്ടും. അത് കവർ കണക്കിന് വെച്ചിരുന്നു. ചുമ്മാ പോകണം. ഞാൻ പോകാറുണ്ട് കടല വാങ്ങിച്ചു തിന്നാൻ അവിടെ. പിന്നെ ഒരു അച്ചടം കൊണ്ട് കേട്ടോ, മൂപ്പൻ അവിടെ ഇരുന്നൊരു മൂപ്പിൽ കാണിച്ച് എല്ലാം ഒന്ന് അകത്ത് വരും. ഇതൊക്കെ എന്തോ ഇത്, എത്ര സമയം ഇത്? ഞാൻ അതാണ് പറഞ്ഞത്, നമ്മുടെ സംഘടന, ഏതെങ്കിലും സംഘടനയുടെ ഭാഗം എന്നതിനപ്പുറത്ത് എവിടേക്ക് പോകണം നമ്മുടെ ഹാർട്ട്? ഞാൻ യേശുവിന്റെ ശരീരത്തിന്റെ അവയവമാണ്. ഞാൻ കഴിഞ്ഞ 3 ആഴ്ചക്ക് മുമ്പ് പറഞ്ഞായിരുന്നു, വലിയ അവയവമായില്ലേലും അറ്റ്ലീസ്റ്റ് ഒരു നഖമെങ്കിലും ആയാൽ മതി, വല്ലവന്റെ ചൊറിച്ചിലെങ്കിലും നിനക്ക് മാറ്റാനൊരു ഭാഗ്യം കിട്ടും. തോത്രം ഇല്ലേ? യേശുവിന്റെ ശരീരത്തിലെ നഖമായാൽ മതി ഇല്ലേ? ചൊറിയുന്നവനൊന്ന് ചൊറിഞ്ഞു കൊടുക്കുക. അറിയത്തില്ലേ, ഒരു മുതുകൊക്കെ ഒന്നുമില്ല, കൊതു കടിച്ചുള്ള അവസാനം കൈ എത്തത്തുമില്ല. അവസാനം വല്ല മരത്തെ കൊണ്ടിട്ട് ഒരയ്ക്കുക. അപ്പൊ പുറത്ത് ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ ഒന്ന് ചൊറിയാം. അപ്പൊ ചർച്ചിനകത്തൊരു ചൊറിയൻ അല്ല ചൊറിയുന്ന ബ്രദർ. സോ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മളേന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രജിസ്റ്റർ ബുക്ക് അതൊക്കെ കൊള്ളാം, കല്യാണം നടത്താനൊക്കെ കൊള്ളാം. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളുടെ ഉള്ളിൽ വരേണ്ട ചിന്ത എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ, ഇത് എല്ലാ ആഴ്ചയും എനിക്ക് ഇത് കൂടി പറയാനില്ല, ഇതൊരു കോൺഷ്യസ്നെസ് ആയി മാറണം. എന്റെ മനോബോധം, ഞാൻ അവന്റെ ജീവനിലാ ജീവിക്കുന്നത്. ആമേൻ. ഇല്ലേ? യേശുവിൽ ഉണ്ടാകുന്ന അതേ ജീവൻ നിങ്ങളുടെ മേലുണ്ടല്ലേ? വിശ്വസിക്കുന്നുണ്ടോ? യേശുവിലുള്ള അതേ ജീവനാ നിങ്ങളിൽ. അവൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളാ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എവിടെ വസിക്കുന്നത്? മുന്തിരിവള്ളിയിലാണ് വസിക്കുന്നത്. നിങ്ങൾക്ക് യേശുവിൽ ഒഴിക്കുന്ന വെള്ളമാണ് നിങ്ങൾക്ക് ഒഴുകുന്നത്. യേശുവിൽ വരുന്ന സത്ത നിങ്ങൾക്ക് വരുന്നത്. ക്രൈസ്റ്റിൽ എന്തെല്ലാം ഉണ്ടോ അത് നിങ്ങളിലുണ്ട്. ഹല്ലേലൂയ. കുറവ്, കുറ്റം, പാപം ഇതെല്ലാം എടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ട് പറ, ഐ ആം ഇൻ ക്രൈസ്റ്റ്. ഞാൻ എന്റെ കർത്താവിലാണ്. ഒറ്റ വാക്കിൽ ഗ്രോണിംഗ് നിർത്തുന്നു. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിൽ ഈ ചർച്ച് ഈ ട്രാൻസിഷൻ ടൈമിൽ എക്ലീഷിയാസ്റ്റിക്കൽ സഫറിംഗ് എന്ന് വേണേൽ പറയാം. സോറി എസ്കറ്റോളജിക്കൽ സഫറിംഗ്. എസ്കറ്റോളജി എന്ന് പറഞ്ഞാൽ അന്ത്യകാലപരമായിട്ടുള്ള കഷ്ടത, പ്രസവ വേദന, ഈറ്റുനോവ്, സംതിങ് ഈസ് ഗോയിങ് ടു കം ഔട്ട്. പുതിയത് വരാൻ പോവുക. ചർച്ച് വാസ് എക്സ്പെക്ടിങ്. പോൾ വാസ് റൈറ്റിംഗ്, കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. വാട്ട് ഈസ് ദാറ്റ്? That is the church of God, the temple of God, the kingdom of God, the body of Christ. Hallelujah. We are living in the temple. Amen. Hallelujah. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവവും കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. ആ മന്ദിരത്തിൽ ഞാനും ഒന്നായിരിക്കുന്നു. That is the church of God. The relationship with God. Let us close our eyes and pray. എഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് തന്ന വചനത്തിനായി സ്തുതിക്കുന്നു. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഞങ്ങളെ നടത്തുന്നതിനാൽ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു. ഞങ്ങൾ പഠിച്ചു വെച്ച പലതുണ്ട്. ഞങ്ങളുടെ ആത്മമനുഷ്യനെ ബലപ്പെടുത്താൻ സാന്നിധ്യം ഞങ്ങളുടെ മേലുള്ളതിനാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു. കൃപയിൽ ഞങ്ങളെ നടത്തും. അത് മിശിഹായുടെ നാമത്തിൽ തന്നെ.